കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുറന്നൂസിന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 156-ാമത്തെ സെഷനിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. കൊരിന്ത്യ ലേഖനം, ഫസ്റ്റ് കൊരിന്ത്യൻസ് പഠിച്ച് തുടങ്ങണം എന്നായിരുന്നു നമ്മൾ ഈ ക്ലാസ്സിൽ കൂടി ആഗ്രഹിച്ചത്. എന്നാൽ കൊരിന്ത്യ ലേഖന പഠനത്തിന് ഒരു 2-3 ആഴ്ചത്തെ താമസം വരുന്നുണ്ട്. കാരണം ഞാൻ ഒരു രണ്ടാഴ്ച ഔട്ട് ഓഫ് സ്റ്റേഷൻ, ഔട്ട് ഓഫ് കൺട്രി ആയിരിക്കുന്നതിനാൽ എനിക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. കൊരിന്ത്യ ലേഖനം തുടങ്ങിക്കഴിഞ്ഞിട്ട് അടുത്ത 2 ആഴ്ച ഉടനെ ലീവ് എന്ന് പറയുമ്പോൾ അതൊരു ഒരു തുടക്കം തുടങ്ങിക്കഴിഞ്ഞപ്പോഴേ ഒരു മുടക്കം ഉണ്ടാകുന്നത് പോലെ വരുന്നത് കാരണം ഞാൻ ഓർത്തു ജൂൺ 6 മുതൽ നമുക്ക് ജൂൺ 6 സാറ്റർഡേ മുതൽ കൊരിന്ത്യ ലേഖനത്തിന്റെ പഠനം ആരംഭിക്കും. അപ്പൊ 2 ആഴ്ചയോടുണ്ട്, ഇന്നത്തെ ആഴ്ചയും അടുത്ത ആഴ്ചയും. ഈ 2 ആഴ്ചകളിൽ നമ്മൾ ജനറിക് ടോപ്പിക്കുകൾ സംസാരിക്കാം. ഒത്തിരി ജനറിക് വിഷയങ്ങളുണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും നമ്മൾ അടിസ്ഥാനപരമായിട്ട് ആഴമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയങ്ങളുണ്ട്. അതിന്റെ പുറത്ത് വേണം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആക്ച്വലി ബിൽഡ് ആകാനായിട്ട്. അപ്പൊ അതിലൊരല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഈ 2 ആഴ്ച ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഈ ആഴ്ചയിലും അടുത്ത ആഴ്ചയിലും അതുപോലുള്ള വിഷയങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് ആർ ക്രിസ്ത്യൻസ് റിയലി ക്രിസ്ത്യൻസ് എന്നുള്ളൊരു വിഷയമാണ്. അതായത് ഇന്നത്തെ ക്രിസ്ത്യാനി ശരിക്കും ക്രിസ്ത്യാനി തന്നെയാണോ? ഈ ഒരു വിഷയം വളരെ ആഴമായ വിഷയമാണ്, വെരി ഇൻഫോർമേറ്റീവ് വിഷയമാണ്. നമ്മളെല്ലാം ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുമ്പോൾ തന്നെ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്ക് ഒട്ടുമുക്കാലും പേര് ഈ വിഷയത്തിൽ വളരെ ക്ലിയർ ആണ്. നമ്മുടെ ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷൻ എന്താണ്, നമ്മുടെ വിശ്വാസം എന്താണ്, നമ്മുടെ പ്രത്യാശ എന്താണ്, നമ്മുടെ നിത്യത എന്താണ് എന്നൊക്കെ വളരെ വ്യക്തമായ ധാരണയുള്ളവരാണ്. എന്നാൽ ഇന്ന് ക്രിസ്ത്യൻഡത്തിൽ 99.9% ഈ വിഷയത്തെ വ്യക്തമായിട്ട് അറിയത്തില്ല. നമ്മളെ ശ്രദ്ധിക്കുന്ന 10,000 പേര് വെളിയിലുണ്ട്. അവർക്കൊക്കെ ഈ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാകുവാൻ ഈ വിഷയത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു പഠനം ഹെൽപ്ഫുൾ ആകുമെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വിഷയം ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ക്രിസ്ത്യാനി, ഇന്ന് നാം കാണുന്ന ക്രിസ്ത്യാനി ശരിക്കും ക്രിസ്ത്യാനിയാണോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ചോദിക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് യേശു ക്രിസ്തു ലോകത്തിൽ അവതരിച്ചു, കർത്താവ് ലോകത്തിൽ വെളിപ്പെട്ടു, മാനിഫെസ്റ്റഡ് ഇൻ ദ വേൾഡ്. കർത്താവ് ലോകത്തിൽ വെളിപ്പെട്ടു അല്ലെങ്കിൽ അവതരിച്ചു, ക്രിസ്തീയ വിശ്വാസം പഠിപ്പിച്ചു, ക്രിസ്ത്യാനിറ്റി ഫോമായി എന്നാണ് നാം മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതൊരു തെറ്റായ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, തെറ്റായ വിവരണമാണ്. മുറി വൈദ്യൻ ആളെ കൊല്ലും എന്ന് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്. ഇന്ന് ക്രിസ്ത്യാനിക്ക് സംഭവിച്ചിരിക്കുന്നത് അതാണ്. പൂർണ്ണമായിട്ട് ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നാം തെറ്റിന്റെ പുറത്ത് തെറ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടേയിരിക്കും. ഒരിക്കൽ പോലും നമ്മൾ സത്യത്തിൽ എത്തിച്ചേരുകയില്ല. എ ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. അതായത് ഒരു വിഷയത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവില്ല, അവിടെയും ഇവിടെയും ഒക്കെ ചില കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളെ ഭയങ്കര ദുരന്തത്തിൽ കൊണ്ടെത്തിക്കും. ഇന്ന് ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വലിയ വൻ ദുരന്തത്തിൽ അകപ്പെട്ടിരിക്കുക. 45,000-ലേറെ ക്രിസ്ത്യൻ ഡിനോമിനേഷനുകളായി പിരിഞ്ഞ് ഒരു വൻ ദുരന്തത്തിലായിരിക്കുകയാണെന്ന് ഒരു ക്രിസ്ത്യാനിയായ ഞാൻ പറയുമ്പോൾ എനിക്കത് പറയാൻ കൊള്ളാവുന്നതാണോ എന്ന് പലരും ചിന്തിക്കും. ബട്ട് നമ്മുടെ മുന്നിലുള്ളത് നിത്യതയാണ്. അത് നിത്യജീവൻ വേണോ നിത്യ നരകം വേണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മളാണ്. അത് ക്രിസ്ത്യാനി എന്നൊരു ലേബൽ ഉണ്ടായിരുന്നത് കൊണ്ടോ ക്രിസ്ത്യൻ മാതാപിതാക്കൾക്ക് നമ്മൾ ജനിച്ച പള്ളിയിലെ രജിസ്റ്ററിൽ പേരുള്ളത് കൊണ്ടോ നമുക്ക് നിത്യതയിൽ പ്രവേശനം ലഭിക്കത്തില്ല. നമ്മൾ മറ്റൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ വേറൊരു വിശ്വാസത്തിൽ ജനിക്കപ്പെട്ട ഒരാളുമായിട്ട് യാതൊരു വ്യത്യാസവുമില്ല. നമ്മുടെ ആ വിശ്വാസം, നാം ഏത് വിഷയത്തിൽ അടിയുറച്ചിരിക്കുന്നോ, എന്തിൽ നമ്മൾ വിശ്വസിക്കുന്നോ അതിന്റെ അനുസരിച്ചാണ് നമ്മുടെ ഡെസ്റ്റിനി തീരുമാനിക്കപ്പെടുന്നത്. നമ്മൾ എവിടെ ജനിച്ചെന്നോ, ഏത് മാതാപിതാക്കൾക്ക് ജനിച്ചെന്നോ, ജനിച്ചപ്പോൾ മാമോദിസ മുഖ്യോന്നോ, രജിസ്റ്ററിൽ പേരുണ്ടോന്നോ, ഇതൊന്നും ഒരു വിഷയമല്ല. ഇതൊക്കെ താൽക്കാലികമായിട്ട് നമുക്ക് സ്കൂളിൽ അഡ്മിഷനും മുന്നോട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രയോജനപ്പെട്ടേക്കോ എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ, മൂക്കിൽ നിന്ന് ശ്വാസം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിത്യ നരകാഗ്നിയാണ് നമ്മുടെ മുന്നിൽ തുറക്കുന്നത്. അതായത് യാതനാ സ്ഥലത്തേക്ക് പോവുകയും അവിടെ നിന്നും നമ്മുടെ ആത്മാവിനെ വെള്ള സിംഹാസനത്തിലെ ന്യായവിധിയിലേക്ക് വരികയും നമ്മുടെ കുറ്റം എന്താണ് നമ്മളെ വായിച്ച് കേൾപ്പിച്ച് ബോധ്യപ്പെടുത്തിയതിനു ശേഷം നിത്യ നരകാഗ്നിയിലേക്ക് അയക്കുകയും ചെയ്യും. എന്നാൽ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സത്യം നമ്മൾ അറിഞ്ഞിരിക്കണം. നോ മാറ്റർ വാട്ട് ടൈപ്പ് ഓഫ് ക്രിസ്ത്യൻ യു ആർ, ഏത് ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ സത്യം അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അന്ത്യം വളരെ ശോചനീയമായിരിക്കും, വളരെ ദുഃഖകരമായിരിക്കും. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒരറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്.
നമുക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ അവസാന ഭാഗത്ത് എന്ത് നടന്നു? ജോൺ ദ ബാപ്റ്റിസ്റ്റ് വരുന്നു. അദ്ദേഹം വന്നിട്ട് എന്താണ് അദ്ദേഹത്തിന്റെ ശുശ്രൂഷ? തൊട്ടു പിന്നാലെ കർത്താവായ യേശു ക്രിസ്തു അഖിലാണ്ടത്തിന്റെ ഉടയവൻ ഈ ലോകത്തിന് വെളിപ്പെടുന്നു. താൻ ഒരു 12 ശിഷ്യന്മാരെ എടുക്കുന്നു. അവരെ അപ്പസ്തലന്മാരായി ശിഷ്യന്മാരായിട്ട് തന്നോടൊപ്പം അവരെ പഠിപ്പിക്കുന്നു. അതിനുശേഷം കർത്താവിന്റെ ക്രൂശീകരണം നടക്കുന്നു, പുനരുദ്ധാനം നടക്കുന്നു. പെന്തക്കോസ്ത് നാൾ പരിശുദ്ധാത്മാവാൻ ദൈവത്തെ ലോകത്തിലേക്ക് അയക്കുന്നു. അതിനുശേഷം ദൈവം ഒരു അപ്പോസ്തലനെ എടുക്കുന്നു. അതാണ് അപ്പോസ്തലനായ പൗലോസ്. തന്നിൽ കൂടി ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ദൈവസഭ ആരംഭിക്കുന്നു. ഈ ഒരു ഭാഗത്ത് ഒരു ക്ലാരിറ്റി ഇല്ല. ആക്ച്വലി ഇന്ന് ജനത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാം ഒരുമാതിരി മൂടൽ മഞ്ഞ് ബാധിച്ച് കിടക്കുന്നവരെ എന്തൊക്കെയോ അറിയാം, എന്നാൽ ഒരു ക്ലിയർ ക്രിസ്പായിട്ടുള്ള ഒരു ക്ലാരിറ്റി ആ വിഷയത്തിലില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒന്ന് ടോർച്ച് അടിച്ച് അതിനെ ഒന്ന് ഫോക്കസ് ചെയ്ത് ഇന്നത്തെ ദിവസം നമ്മൾ ചില കാര്യങ്ങൾ ആ ഒരു ഏരിയയിൽ ആ ഒരു ടൈം പീരീഡിൽ എന്ത് നടന്നു എന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ആ വിഷയം പഠിക്കുമ്പോൾ ചില അടിപ്പട സത്യങ്ങൾ, ചില കീ പ്രിൻസിപ്പിൾസ്, ചില ഫൗണ്ടേഷണൽ ട്രൂത്ത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ പുറത്ത് വേണം ഈ കാര്യങ്ങളെ ബിൽഡ് ചെയ്യാനായിട്ട്. ചില അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന് പറയുന്ന പോലെ ചില 2-3 പോയിന്റുകൾ ഞാൻ പറയാം. എൻ്റെ മുന്നിലുള്ള 1 അവർ. ആ 1 അവറിനകത്ത് ഈ വിഷയത്തിന്റെ ഒരു കോണ് പോലും പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഏറ്റവും എഫക്റ്റീവായിട്ട് എത്രയും നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ പറ്റുമോ അതാണ് ഞാൻ നോക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു 3 പോയിന്റ് മാത്രം പറഞ്ഞിട്ട് അതിനെ ഞാൻ എലാബറേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, അതിന്റെ ആ ഫൗണ്ടേഷണൽ ട്രൂത്ത് എന്ന് പറയുന്നത്, യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് ക്രിസ്തീയ വിശ്വാസം അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ആരംഭിക്കാനല്ല, ക്രിസ്ത്യാനിയുടെ നടുവിലേക്കുമല്ല കർത്താവ് വന്നത്, ക്രിസ്തീയ പദ്ധതി ലോകത്തിന് വെളിപ്പെടുത്താനുമല്ല വന്നത്. കർത്താവിന്റെ ആ വരവിൽ ഇവിടെ ക്രിസ്തീയ മാർഗം ആരംഭിക്കാനോ ക്രിസ്ത്യാനികളുടെ ഇടയിലേക്കോ അല്ലെങ്കിൽ എന്തോ ക്രിസ്തീയ പദ്ധതി ലോകത്തിന് വെളിപ്പെടുത്താനോ അല്ല വന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ ആ ലോകത്തിലെ മിനിസ്ട്രിയും ക്രിസ്ത്യാനിറ്റിയുമായിട്ട് യാതൊരുവിധ ഡയറക്റ്റ് ലിങ്കുമില്ല. നിങ്ങൾക്ക് ഇത് വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നിയേക്കാം ഒരു പക്ഷെങ്കിൽ, എന്താണ് ഈ ബ്രദർ പറയാൻ പോകുന്നതെന്നുള്ളത്. എന്നെ ശ്രദ്ധിച്ച് കേൾക്കുക, മുൻവിധികളും മാറ്റിവെക്കുക. നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നതൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് എന്നെ ഒരു മണിക്കൂർ ശ്രദ്ധിക്കുക. തിരുവചനം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഇത് സത്യവചനമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അപ്പച്ചന്മാരുടെ പഴങ്കഥകളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് എന്നെ ഒരു അല്പസമയം ഒന്ന് ശ്രദ്ധിക്കുക. കർത്താവ് ഇവിടെ ലോകത്തിൽ വന്നത് ഒരു ക്രിസ്ത്യാനിറ്റിയും സ്ഥാപിക്കാനല്ല, ഒരു ക്രിസ്തീയ വിശ്വാസവും പ്രചരിപ്പിച്ചിട്ടില്ല, ഒരു കാര്യങ്ങളും അതിനോടുള്ള ബന്ധത്തിൽ ക്രിസ്തീയ പദ്ധതി ഇവിടെ വെളിപ്പെടുത്തിയിട്ടില്ല. രണ്ടാമത്തെ വിഷയം, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു മണവാട്ടി സഭയോ വാഗ്ദത്ത പദ്ധതിയുടെ നിവർത്തീകരണമോ പ്രവാചകന്മാരിൽ കൂടി അറിയിച്ചിരിക്കുന്ന എന്തോ പ്രവചന പദ്ധതിയുടെ സാക്ഷാത്കാരമോ അല്ല. ശ്രദ്ധിച്ചു കേൾക്കണേ, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു മണവാട്ടി സഭയല്ല, വാഗ്ദത്ത പദ്ധതിയുടെ നിറവേറലല്ല, ആർക്കോ വാഗ്ദത്തം കൊടുത്തിരുന്നതിന്റെ ഒരു നിറവേറലല്ല, പ്രവാചകന്മാരിൽ കൂടി അറിയിച്ചിരുന്ന ഒരു പ്രവചന പദ്ധതിയുടെ നിവർത്തീകരണവുമല്ല. അപ്പൊ ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല ക്രിസ്ത്യാനിറ്റിക്ക്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്നുള്ളതിന്റെ പൂർണ്ണ വെളിച്ചം നിങ്ങൾക്ക് തരാൻ ഞാൻ ബാധ്യസ്ഥനാണ്. തീർച്ചയായിട്ടും അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. മൂന്നാമത്തെ ചോദ്യമല്ല, മൂന്നാമത്തെ പോയിന്റ്, ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന ഉപദേശം എന്ന് പറയുന്നത് വീണ്ടും ജനനമോ ജലസ്നാനമോ വിശുദ്ധിയെ തികച്ച് കാത്തിരുന്ന് പരിശുദ്ധാത്മാഭിഷേക പ്രാപണമോ ഒന്നുമേ അല്ല. ഈ 3 കാര്യങ്ങളെ എനിക്ക് ഇന്ന് ടച്ച് ചെയ്യാനായിട്ട് അവസരം ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ്. ഇന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ക്രിസ്തീയ വിശ്വാസവും നമ്മൾ ക്രിസ്ത്യാനികൾ ട്രഡീഷണലി ആയിരിക്കുന്ന ക്രിസ്ത്യാനിറ്റിയും സത്യവുമായിട്ട് 50 കിലോമീറ്ററുകൾ ദൂരെ കിടക്കുകയാണ്. ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇന്ന് കാണുന്ന ക്രിസ്ത്യാനിറ്റി അല്ല ക്രിസ്ത്യാനിറ്റി. ആർ ക്രിസ്ത്യൻസ് റിയലി ക്രിസ്ത്യൻസ് എന്ന് ചോദിക്കാനുള്ള കാര്യം അതാണ്. ഇന്ന് നമ്മൾ കാണുന്ന ക്രിസ്ത്യാനിറ്റി ആണോ ശരിക്കും ക്രിസ്ത്യാനിറ്റി? അല്ലേ അല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ അല്ല എന്ന് പറയാൻ കാര്യം എന്ന് ഞാൻ വെളിപ്പെടുത്തി തരാം. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് ഇതാണ്, യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് ക്രിസ്തീയ വിശ്വാസം ആരംഭിക്കാനോ അത് പ്രചരിപ്പിക്കാനോ ക്രിസ്ത്യാനിയുടെ നടുവിലേക്കോ അല്ലേ അല്ല. ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലേഖനം പഠിച്ചാലും സുവിശേഷം പഠിച്ചാലും ഒന്നും നമുക്കത് ഉൾക്കൊള്ളാനായിട്ട് പൂർണ്ണമായിട്ടൊരു പിക്ചർ ലഭിക്കത്തില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ കർത്താവ് ലോകത്തിൽ വന്നത് ക്രിസ്തീയ വിശ്വാസം ആരംഭിക്കാനേ അല്ല. കർത്താവ് ഇവിടെ പ്രസംഗിച്ചതല്ല ക്രിസ്തീയ സുവിശേഷത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങൾ,
മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ കൂടി കർത്താവ് ഈ മണ്ണിൽ നടന്ന് ഈ 12 ശിഷ്യന്മാരോട് ചേർന്ന് ഈ മണ്ണിൽ കൂടെ നടന്ന് നമ്മളെ അറിയിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്. അതാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷങ്ങളിൽ വിവരിച്ചിരിക്കുന്നത്. അതല്ല ക്രിസ്തീയ ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ ആദ്യം അല്പം പ്രയാസമുണ്ടെങ്കിലും എൻ്റെ മുന്നിലിരിക്കുന്നതും എന്നെ സ്ഥിരം ശ്രദ്ധിക്കുന്ന 10,000-ലേറെ ആൾക്കാരും നമ്മളെ ശ്രദ്ധിക്കുന്ന ലക്ഷക്കണക്കിന് മണിക്കൂറുകൾ നമ്മളെ ശ്രദ്ധിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യം ഗ്രഹിക്കുവാൻ ദൈവം അവരുടെ ഹൃദയം തുറന്നിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ കർത്താവ് വന്നപ്പോൾ പറഞ്ഞതോ പഠിപ്പിച്ചതോ കൽപ്പിച്ചതോ അല്ല നമ്മുടെ ക്രിസ്തീയ ഉപദേശം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മറു സൈഡുണ്ട്. അതാണ് കർത്താവ് ഉലകത്തിൽ വരുന്നതിന് മുമ്പേ ഇവിടെ ഒരു ദൈവിക പദ്ധതി നിലവിലുണ്ട്. അത് നിങ്ങൾ വിട്ടുപോകല്ല. ഇവിടെ ഓൾറെഡി ഒരു ദൈവിക പദ്ധതി നിലവിലുണ്ട്. ഒരു ദൈവജനത്തെ ദൈവം വിളിച്ചാക്കിയിട്ടുണ്ട്. അതാണ് യഹൂദ ജനവും അവർക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദത്ത പദ്ധതിയാണ് സ്വർഗരാജ്യം അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഹെവൻ എന്ന് പറയുന്ന ദൈവിക പദ്ധതി. ഇവിടെ കർത്താവ് വരുമ്പോൾ ഒരു ക്രിസ്ത്യാനിയും ഇവിടെ ഇല്ല, അങ്ങനെ ഒരു മാർഗത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ഇവിടെ ഉള്ളത് യഹൂദനാണ്. അത് ദൈവിക പദ്ധതിയാണ്. ദൈവം വിളിച്ച് ആക്കിയിരിക്കുന്ന ഒരു ദൈവജനമാണ്. അവരനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്ത പദ്ധതിയുടെ എന്താ പറയുന്നത്, വാഗ്ദത്ത പദ്ധതി ലഭിച്ച ദൈവത്തിന്റെ ജനമാണ്. വാഗ്ദത്ത മശിയ അവരുടെ ഇടയിലേക്ക് വരുമെന്നുള്ളത് അവരുടെ പ്രോമിസാണ്. ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രോമിസാണ്. കർത്താവ് ഇവിടെ വന്നത് നേരെ ക്രിസ്ത്യാനിറ്റി സ്ഥാപിച്ചു. നമ്മൾ ക്രിസ്ത്യാനികൾ കർത്താവിന്റെ ഡയറക്റ്റ് ആൾക്കാർ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഇതിന്റെ ആ മറു സൈഡ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്തിനാണ് കർത്താവ് വന്നത്? ആരുടെ ഇടയിലേക്കാണ് വന്നത്? അതൊരു പ്ലാൻഡ് പദ്ധതിയായിരുന്നോ അതോ സഡൻലി ഓൾ ഓഫ് എ സഡൻ ഇങ്ങ് വന്നു പോയതാണോ? ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ദൈവം അവരോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതും അവരുമായിട്ട് ദൈവം പ്രോമിസ് ചെയ്തിരിക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ദൈവം ലോകത്തിലേക്ക് വരികയാണ്. വാഗ്ദത്ത മശിയ അവരുടെ ഇടയിലേക്ക് വരുമെന്നുള്ളത് അവരുടെ പ്രോമിസാണ്. കർത്താവ് ഇവിടെ വന്നത് അവരുടെ ഇടയിലേക്കും അവരോട് സുവിശേഷം പ്രസംഗിക്കുവാനും വേണ്ടിയിട്ടാണ്. പ്രസംഗിച്ചത് മുഴുവനും അവരുടെ സുവിശേഷമാണ്, അവരുടെ ഇടയിലുമാണ് പ്രസംഗിച്ചത്. അവരുടെ വാഗ്ദത്തം, അവരുടെ പ്രത്യാശ, അവരെങ്ങോട്ട് പോകുന്നു, അവരുടെ പ്രോമിസ് എന്താണ്, ഈ വിഷയങ്ങളാണ് സംസാരിച്ചത്. അത് എവിടെയെങ്കിലും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഞാൻ ഒറ്റ വാക്യം മാത്രം കാണിച്ചിട്ട് അവിടുന്ന് മാറാം. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായം 44-ാമത്തെ വാക്യം വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാമത്തെ അധ്യായം 44-ാമത്തെ വാക്യം. അവിടെ പറയാണ്, പിന്നെ അവൻ അവരോട്, കർത്താവ് യേശു ക്രിസ്തു പറയുക, ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഒക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. ഇവിടെ കർത്താവ് പറയാണ്, അവർക്ക് ദൈവം തനാക്ക് എന്ന് പറയുന്ന ഒരു പുസ്തകം, ആ ദൈവിക ഗ്രന്ഥം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ദൈവിക കൽപ്പനകളും ദൈവിക ആലോചനകളും അവർക്ക് കൊടുത്തിരിക്കുന്നത് തനാക്ക് എന്ന് പറയുന്നത്. ആ തനാക്കിനെ 3 ഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്: തോറ, നെവീം, കെത്വീം. തോറ ആണ് ആദ്യത്തെ 5 ഗ്രന്ഥങ്ങൾ, ആദ്യത്തെ 5 പുസ്തകങ്ങൾ. നെവീമാണ് നബിമാരുടെ പുസ്തകങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ പ്രവാചക പുസ്തകങ്ങൾ. കെത്വീം ആണ് സങ്കീർത്തന പുസ്തകങ്ങളും അതുപോലെ തന്നെ കാവ്യ പുസ്തകങ്ങൾ, ചരിത്ര പുസ്തകങ്ങൾ, വിജ്ഞാന പുസ്തകങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മറ്റു പുസ്തകങ്ങളെല്ലാം കൂടെ ചേർന്നാണ് നെവീം, കെത്വീം എന്ന് പറയുന്നത്. ഇതില് ഞാൻ അല്പം കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. എന്നാൽ ഈ വാക്യം പറഞ്ഞിട്ടൊക്കെ മാറിയതിനു ശേഷം ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ കൂടുതൽ കാണിക്കാം. ഇവിടെ പറയുന്നത് കണ്ടോ, ഇവിടെ കർത്താവ് പറയാണ് മോശയുടെ ന്യായപ്രമാണം, ഇതാണ് ആദ്യത്തെ ആ തോറ എന്ന് പറയുന്നത്. അതിനുശേഷം പറയുന്നുണ്ട് പ്രവാചക പുസ്തകങ്ങൾ, അതാണ് നെവീം എന്ന് പറയുന്നത്. അതിനുശേഷം സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നതാണ് കെത്വീം. കെത്വീം എന്ന് പറയുന്ന പുസ്തകങ്ങളിലെ ഏറ്റവും വലിയ പുസ്തകമാണ് സങ്കീർത്തനം. അതുകൊണ്ട് ചിലപ്പോൾ കെത്വീം എന്ന് പറയും, മിക്കവാറും സമയങ്ങളിൽ അവരുടെ ഇടയിൽ അതിനെ സങ്കീർത്തനങ്ങളെന്നും മറുപേരിൽ അറിയപ്പെടാറുണ്ട്. കാര്യം അതാണ് ഏറ്റവും വലിയ പുസ്തകം. കെത്വീമിലുള്ളതിൽ ഏറ്റവും വലിയ പുസ്തകം സങ്കീർത്തനമായതുകൊണ്ട് സങ്കീർത്തനങ്ങൾ എന്നും അതിന് പറയാറുണ്ട്. കർത്താവ് എക്സാക്ട്ലി അതാണ് ഇവിടെ പറയുന്നത്. മോശയുടെ ന്യായപ്രമാണം, അതാണ് ആദ്യത്തെ 5 പുസ്തകം. പ്രവാചക പുസ്തകം, അതാണ് ബാക്കി പ്രവചന പുസ്തകങ്ങൾ മുഴുവനും 17 പ്രവചന പുസ്തകങ്ങളാണ്. അതിനുശേഷം സങ്കീർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെത്വീം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുസ്തകത്തിൽ പറയുന്ന ഉൽപ്പത്തി മുതൽ മലാക്കി വരെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവ് വരുന്നതിനെ കുറിച്ച് അവരോട് പറഞ്ഞിരിക്കുക. ആരോട് പറഞ്ഞിരിക്കുക? യഹൂദനോട് പറഞ്ഞിരിക്കുക. ഞാൻ യഹൂദന്റെ തനാക്ക് ഒന്ന് കാണിക്കാം. ഇതാണ് യഹൂദന്റെ തനാക്ക് എന്ന് പറയുന്ന പുസ്തകം.
നിങ്ങൾ കാണുന്നുണ്ടോ? ഈ തനാക്ക് കാണുന്നുണ്ടോ? ഇതാണ് യഹൂദന് കൊടുത്തിരിക്കുന്ന തനാക്ക്. നമുക്ക് ബൈബിൾ തന്നിരിക്കുന്ന പോലെ തന്നെ നമ്മൾ യഹൂദന്റെ തനാക്കാണ് ഈ കാണുന്നത്. ക്ലിയർ ആണല്ലോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? തനാക്ക് എന്ന് പറയുന്നത് ഹീബ്രു ആൻഡ് ഇംഗ്ലീഷിൽ കൂടി എഴുതിയിരിക്കുന്ന ഒരു തനാക്കാണിത്. ഇതാണ് യഹൂദന്റെ തനാക്ക്, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ബൈബിൾ എന്ന് പറയുന്നത്. ഇതേ സംഗതി തന്നെയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബൈബിളിന്റെ ഈ പഴയ നിയമം എന്ന് പറയുന്നതാണ് ഞാൻ ഇപ്പൊ നിങ്ങളെ കാണിച്ച തനാക്ക് എന്ന് പറയുന്നത്. ആ ഉൽപ്പത്തി മുതൽ മലാഖി വരെ പറഞ്ഞിരിക്കുന്ന പുസ്തകങ്ങളാണ്. ഇവിടെ 39 പുസ്തകങ്ങൾ നമുക്കുണ്ട്. അവർക്ക് കൊടുത്തിരിക്കുന്നതിൽ 24 പുസ്തകങ്ങളാണുള്ളത്. ഞാൻ പെട്ടെന്ന് ഒന്ന് കാണിക്കാം. ഈ കാര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ. ഇത് കണ്ടില്ലേ, തോറ എന്ന് പറയുന്നതാണ് ജനസിസ്, എക്സോഡസ്, ലെവിറ്റിക്കസ്, നമ്പേഴ്സ്, ഡ്യൂട്രോണമി, ആദ്യത്തെ 5 പുസ്തകങ്ങൾ. അത് കഴിഞ്ഞാൽ നെവീമ. ആ നെവീമിലാണ് ഈ ഫോർമർ പ്രോഫറ്റ്സ് എന്നും ലാറ്റർ പ്രോഫറ്റ്സ് എന്നും, നമുക്ക് മേജർ പ്രോഫറ്റ്സ് എന്നും മൈനർ പ്രോഫറ്റ്സ് എന്നുമാണ്. അങ്ങനെ അതിനെ തിരിച്ചിരിക്കുക ഇവിടെ, മേജർ പ്രോഫറ്റും മൈനർ പ്രോഫറ്റും. ഇവർക്ക് അതിനുശേഷം അതിലാണ് ഈ മറ്റു പുസ്തകങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അധികം സമയം ഇവിടെ നിൽക്കുന്നില്ല. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ദിവസം ഞാൻ ഈ തനാക്കിനെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. അന്ന് ഇതിന്റെ ഡീറ്റെയിൽ ഞാൻ പറയാം. ഞാൻ പറഞ്ഞു വന്നത്, ഈ പുസ്തകം മുഴുവൻ ഉൽപ്പത്തിയിൽ ആദമിനോട് മശിഹ ലോകത്തിലേക്ക് അയക്കും, രക്ഷകൻ ലോകത്തിലേക്ക് വരും എന്ന് അവിടെ മുതല് ഈ മലാക്കി പ്രവചനം വരെ, അതായത് ആ മുഴുവൻ പുസ്തകത്തിലും 39 പുസ്തകത്തിലും കർത്താവ് വരുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുക. അത് അവരോട് വാഗ്ദത്തം ചെയ്തിരിക്കുക. ഈ സമയത്ത് ഒരു ക്രിസ്ത്യാനിയും ലോകത്തിലില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ പറയുന്നത് യഹൂദനോടാണ്. ഇന്നത്തെ ഈ കോണ്ടെക്സ്റ്റിൽ ഈ വിഷയത്തെ നിങ്ങൾ തരം തിരിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ മുന്നിൽ തുറക്കാൻ പോകുന്ന ഒരു വലിയൊരു ഓഷ്യൻ മാതിരിയുള്ള ഒരു അറിവ് നിങ്ങളുടെ മുന്നിൽ തുറക്കാൻ പോകുന്നത്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് കംപ്ലീറ്റ് മാറും ബൈബിളിനെ പഠിക്കുന്നതിനെ കുറിച്ചുള്ള. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, കർത്താവ് ലോകത്തിലേക്ക് വരുമ്പോൾ കർത്താവിനെ കുറിച്ച് ഈ ഉൽപ്പത്തി മുതൽ മലാക്കി പുസ്തകം വരെ പറഞ്ഞിരിക്കുകയാണ് എന്ന് കർത്താവ് തന്നെ പറയുക. കർത്താവ് സാക്ഷ്യം പറയാ. ലൂക്കോസ് 24:44 എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, തിരുവചനത്തിൽ മുഴുവനും എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, എന്നിട്ട് നിങ്ങൾക്ക് എന്തേ മനസ്സിലാകുന്നില്ല എന്ന് കർത്താവ് അവരോട് ചോദിക്കുക. നിറയെ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കാണാം. ജോൺ ദ ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ സ്നാപകൻ ലോകത്തിലേക്ക് വന്ന് എന്തിനു വന്നതാ? ക്രിസ്ത്യാനികളെ സ്നാനം കഴിപ്പിക്കുന്നത് എങ്ങനെയാന്ന് കാണിക്കാനാണോ വന്നത് യോഹന്നാൻ സ്നാപകൻ? ദൈവം അയച്ചിട്ട് ഒരു പുരുഷൻ ലോകത്തിലേക്ക് വരിക, കർത്താവിന്റെ മുന്നോടിയായിട്ട് തനിക്ക് വഴി ഒരുക്കുവാനായിട്ട് വരിക. കർത്താവ് ലോകത്തിൽ എന്തിനാ വരുന്നത്? യഹൂദന്റെ വാഗ്ദത്ത മശിഹയായിട്ട് വരിക. യഹൂദീയ വാഗ്ദത്തം അവരുടെ പദ്ധതിയുടെ നിവർത്തീകരണത്തിന് വേണ്ടി വരിക. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം നോക്കിക്കഴിഞ്ഞാൽ, യോഹന്നാൻ സ്നാപകൻ വരുന്നതിനെ കുറിച്ച് 800 വർഷം മുമ്പ് യെശയ്യാ പ്രവചിച്ചിരിക്കുക. മലാക്കി പ്രവാചകൻ 400 വർഷം മുമ്പ്, മലാക്കി 3:1 ഞാൻ പെട്ടെന്നൊന്ന് കാണിക്കാം. മലാക്കി പ്രവചനം 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം, മലാക്കി 3:1. ഇവിടെ കണ്ടില്ലേ, മലാക്കി പ്രവചനം 3-ാം അധ്യായം 1-ാം വാക്യം. ഇവിടെ നിന്ന് കണ്ടേ, ഇവിടെ പറയുന്നുണ്ട്, എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന്. ആരുടെ കാര്യമായി പറയുന്നേ? കർത്താവായ യേശു ക്രിസ്തു ഉലകത്തിൽ അവതരിക്കുന്നതിന് മുമ്പ് തനിക്ക് വഴി നിരത്താൻ ഒരു ദൂതനെ അയക്കുന്നു. കണ്ടോ, എനിക്ക് മുൻപായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും, ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഇത് യോഹന്നാൻ സ്നാപകൻ വരുന്നു. അതിന്റെ തൊട്ടു പിന്നാലെ കർത്താവ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിയമദൂതനായവൻ ദൈവം കർത്താവ് ഉലകത്തിലേക്ക് വരുന്നു എന്ന് ലാസ്റ്റിൽ പറഞ്ഞു നിർത്തുന്ന പ്രവചനമാണ്. അവിടം വരെയും ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയും. യോഹന്നാൻ സ്നാപകനെ എന്തിനയക്കുന്നു? ഇനി കർത്താവ് ലോകത്തിലേക്ക് വരിക. ആ ഭാഗം ഒന്ന് നിങ്ങൾക്കൊന്ന് ക്ലിയർ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ശ്രമിക്കുന്നത്. കർത്താവ് ലോകത്തിലേക്ക് വന്നപ്പോൾ എത്ര ക്രിസ്ത്യാനികൾ ഇവിടെ ഉണ്ടായിരുന്നു? ഒരു മനുഷ്യനുമില്ല. ആരാ ഇവിടെ ഉള്ളത്? യഹൂദനും ജാതികളുമാണ്. ഈ ജാതികൾ എന്ന് പറയുന്നവർ എന്തിനെയാ, ആരെ ആരാധിക്കുന്നത്? അവരാരാധിക്കുന്നില്ല പ്രധാന ദേവി ദേവത എന്ന് പറയുന്നത് അർത്തമീസും തമ്മൂസുമാണ്. ഈ ദേവന്റെയും ഈ ദേവിയുടെയും ആരാധന അവർ പല പേരുകളിൽ അറിയപ്പെട്ടിരുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും അൾട്ടിമേറ്റ്ലി ബാലും അശേരായും, അതാണ് ഈ അർത്തമീസും തമ്മൂസും. സെമിറാമീസ് എന്നും തമ്മൂസ് എന്നും ഒക്കെ പറയാം. നിങ്ങൾ ഇന്റർനെറ്റിൽ നിന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇവരുടെ ആരാധനയാണ് ഉലകം മുഴുവനും വ്യാപിച്ചിരിക്കുന്നത്. ആ കൂട്ടത്തിൽ യഹൂദൻ എന്ന് പറയുന്നൊരു വിശ്വാസമുണ്ട്. അതാണ് ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന വിശ്വാസികൾ. ഇവരുടെ ഇടയിലേക്ക് കർത്താവ് വരിക. ഇവിടെ ഒരു ക്രിസ്ത്യാനിയും ഇല്ല. തെറ്റിദ്ധരിക്കല്ലേ, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലായി പോണം.
ഇവിടെ യഹൂദന്മാരുടെ രാജാവായിട്ട് പിറന്നവൻ എവിടെ എന്ന് വിദ്വാൻമാർ വന്ന് ചോദിക്കുക. യഹൂദന്മാരുടെ രാജാവായിട്ടാണ് കർത്താവ് ലോകത്തിൽ പിറക്കുന്നത്. കർത്താവ് തന്നെ പറയുക, ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ള റെഫറൻസുകളായതുകൊണ്ട് അധികം നേരം നിൽക്കുന്നില്ല. കർത്താവ് തന്നെ പറയുക, എന്നെ ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അരികിലേക്കല്ല അത് അയച്ചിട്ടില്ല. കർത്താവ് ഇവിടെ വന്നതിന് വേറെ ഒരു പർപ്പസുമില്ല, വേറെ ആരുടെയും ഇടയിലേക്കല്ല വന്നേക്കുന്നത്. വന്നത് യഹൂദയിലും ഇസ്രായേലിലുമാണ്, അതിന്റെ വെളിയിലെങ്ങും പോയിട്ടുമില്ല. കർത്താവ് പന്തിരുവരെ അയക്കുന്ന രംഗം നോക്കിയേ. പന്തിരുവരെ ശുശ്രൂഷയ്ക്കായിട്ട് അയക്കുമ്പോൾ നിങ്ങളങ്ങ് എല്ലാ ദേശത്തും പോകാനായിട്ടല്ല പറഞ്ഞു, അവരോട് പറയുകയാണ്, നിങ്ങൾ ശമരിയ ദേശത്ത് പോലും പോകല്ല, ശമരിയരുടെ പട്ടണങ്ങളിൽ കടക്കരുത്, ജാതികളുടെ അടുക്കൽ പോകരുത്, ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അരികിൽ തന്നെ ചെല്ലുവീൻ. വളരെ സ്പെസിഫിക് ആയി കാര്യങ്ങളൊക്കെ. അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും, ഇവിടെ ഒരു ക്ലാരിഫിക്കേഷൻ്റെയും ആവശ്യമില്ല. ഈ ട്രഡീഷൻ ഒന്ന് തോളെന്ന് മാറ്റിയിട്ട് ഒന്ന് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ മതി. റോമാലേഖനം 15-ാം അധ്യായം 8-ാം വാക്യത്തിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അസന്നിഗ്ധമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു പരിച്ഛേദനക്കാർക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു. കർത്താവായ യേശു ക്രിസ്തു യഹൂദന്മാരുടെ ഇടയിൽ അവർക്ക് ശുശ്രൂഷകനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നു. എന്തിന്? പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന്. അയ്യോ, അതാരാ പിതാക്കന്മാർ? അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തങ്ങളെ കൈവിട്ടിട്ടില്ല. ആയിരങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞു, സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞു, പക്ഷെന്നുണ്ടെങ്കിൽ ദൈവം ആ വിഷയം കൈവിട്ടിട്ടില്ല. അവരോട് ചെയ്ത വാഗ്ദത്തമുണ്ട്. ആ സ്വർഗീയ കനാൻ അവർക്ക് വാഗ്ദത്തം കൊടുത്തിരിക്കുന്നത്, നിത്യം അവരോടൊപ്പം വാഴുമെന്നുള്ളത്. അതിന് ദൈവം ഇന്നും വിശ്വസ്തനാണ് എന്ന് അവരെ ഉറപ്പിക്കാൻ വേണ്ടി പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു പരിച്ഛേദനക്കാർക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു. മനസ്സിലായോ? ഇവിടെ കർത്താവായ യേശു ക്രിസ്തു രാജാതി രാജാവായിട്ട് അവരുടെ ഇടയിലേക്ക് വരിക. ശുശ്രൂഷിച്ചത് അവരുടെ ഇടയില. മരിക്കുമ്പോൾ കർത്താവിന്റെ ക്രൂശിന്റെ മേലെ എഴുതി വെച്ചിരിക്കുന്ന മേലെഴുത്ത് കണ്ടോ, ഇവൻ യഹൂദന്മാരുടെ രാജാവ്. ഇവൻ ക്രിസ്ത്യാനിയുടെ രാജാവെന്നോ ക്രിസ്ത്യാനിറ്റി സ്ഥാപിച്ച ആളെന്നോ ഒന്നും അല്ല. ഇവിടെ ഒന്നും ക്രിസ്ത്യാനിറ്റി സ്ഥാപിക്കുന്നില്ല. കർത്താവിന്റെ ലോകത്തിലെ മിനിസ്ട്രിയിൽ ചെയ്ത കാര്യങ്ങളോ പറഞ്ഞ കാര്യങ്ങളോ കൽപ്പിച്ച കാര്യങ്ങളുമായിട്ട് ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ഡയറക്റ്റ് ലിങ്ക്ഡ് അല്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ക്രിസ്ത്യാനിറ്റി എൻറ്റയർലി ഡിഫറെന്റ് വേറൊരു സംഗതിയാണ്. അത് നമ്മൾ മനസ്സിലാക്കിയില്ല. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ കുരുങ്ങിക്കിടന്നു കഴിഞ്ഞാൽ സത്യം എന്താണ് നിങ്ങൾ അറിയാതെ പോകും. ഇന്ന് അങ്ങനെ അറിയാതെ പോയിരിക്കുന്നു. 99% ക്രിസ്ത്യാനിക്കും ആ സത്യം അറിയാതെ പോയിരിക്കുന്നു. പൂർണ്ണമായ ഒരു അറിവില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഡേഞ്ചറസ് തിങ് ആണെന്ന് ഞാൻ പറഞ്ഞതിന്റെ അത് അന്വർത്ഥമായിരിക്കുക. മുറി വൈദ്യൻ ആളെ കൊല്ലും എന്ന് പറഞ്ഞതുപോലെ ഇന്ന് നമ്മളെ കൊന്ന് നരകത്തിൽ തള്ളുന്ന രീതിയിൽ ക്രിസ്ത്യാനിറ്റി ആയിരിക്കുകയാണ്. അവിടെയാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. ഇനി കർത്താവ് മടങ്ങി വരും, ഓഫ് കോഴ്സ് മടങ്ങി വരും. വരുന്നത് അവരുടെ ഇടയിലേക്കാ, വരുന്നത് ഒലിവ് മലയിലേക്കാ, വരുന്നത് രാജാതി രാജാവായിട്ട് രാജ്യം ഭരിക്കാനാ. ആ വരുന്ന വരവിൽ 12 അപ്പോസ്തലന്മാരോട് ചേർന്ന് അവർ 12 ഗോത്രത്തിനും 12 ന്യായാസനത്തിലിരുന്ന് അവരെ ന്യായം വിധിക്കാൻ 12 പേരെ എണ്ണിയെടുത്ത് സ്വർഗരാജ്യത്തെക്കുറിച്ച് അവരെ പഠിപ്പിക്കുക. വെരി സ്പെസിഫിക് അവരുടെ പ്രോഗ്രാമുകളും അവരുടെ ആ ദൈവിക പദ്ധതിയാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. നമുക്ക് ബോഡി ഓഫ് ക്രൈസ്റ്റ് വരെ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അവിടെ ഒന്ന് പറഞ്ഞു തുടങ്ങി വരുക. നിങ്ങൾ എന്നോട് കൂടെ ഉണ്ട്. ഇതുവരെ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ ഒരു സ്കെച്ച് ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാം. നിങ്ങളുടെ മനസ്സിൽ ഇതൊന്ന് ഇരിക്കട്ടെ. ഇത് അവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ഇതിൽ നിന്ന് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ അബ്രഹാമിനെ വിളിച്ച് ദൈവം അവരെ ഒരു രാജകീയ പുരോഹിത വർഗമാക്കും എന്നുള്ളൊരു പ്രോമിസ് കൊടുത്ത് ദൈവത്തിന്റെ ജനമായിട്ട് ഒരു എലിവേറ്റഡ് പദവി അവർക്ക് കൊടുത്ത് മറ്റുള്ള ജാതികളിൽ നിന്ന് അവരെ ഉയർത്തി ദൈവം അവരെ ഒരു എലിവേറ്റഡ് പദവി കൊടുത്ത് വാഗ്ദത്ത പദ്ധതി കൊടുത്ത് ദൈവം അവരോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. ആ ഒരു പദ്ധതിയാണ് നിങ്ങൾ ഈ ലൈനിൽ കാണുന്നത്. അവിടെയാണ് മോശയെ കാണുന്നത്. ഒന്നാമത് കാണുന്നത് മോശെ. അതിനുശേഷം അനേകരുണ്ട്. ഞാൻ ആ മെയിൻ കാര്യങ്ങൾ മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. ദാവീദുമായിട്ട് ഉടമ്പടി ചെയ്യുക, മോശയുമായിട്ട് ഉടമ്പടി ചെയ്യുക, അബ്രാഹമുമായിട്ട് ഉടമ്പടി ചെയ്യുക. അതെല്ലാം ഉടമ്പടിയുടെ മക്കളായി ഇവർ. അത് അവരുടെ ഇടയിൽ നിറവേറണം. ഉലകത്തിലുള്ള എല്ലാവരോടും ചേർന്നല്ല ഉടമ്പടി, യഹൂദനോട് ചേർന്ന് മാത്രമുള്ള ഉടമ്പടിയാണ്. അതിനുശേഷം പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ജോൺ ദ ബാപ്റ്റിസ്റ്റിലേക്ക് എത്തിയിരിക്കുക. അത് കഴിഞ്ഞ് ഈ ചുമന്ന മനുഷ്യനെ ഇവിടെ കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ റെപ്രസെന്റ് ചെയ്യുക. കർത്താവ് ഉലകത്തിൽ അവതരിച്ചിരിക്കുക മനുഷ്യനായിട്ട്. കർത്താവ് 12 പേരെ എണ്ണിയെടുത്തിരിക്കുക, 12 ഗോത്രത്തിനും തലവന്മാരായിരിക്കാൻ. അതിനുശേഷം കർത്താവിന്റെ ഉലകത്തിലെ മരണം നടക്കുക.
ഇതെന്താണെന്നുള്ളത്, ഇതിന്റെ ഗ്ലോറി എന്താണെന്നുള്ളത്, നിങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് മനസ്സിലായാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ക്രൂശിൽ ഇവിടെ നടന്നതെന്നുള്ളത്. കർത്താവിന്റെ ക്രൂശ് മരണം, അടക്കം, പുനരുദ്ധാനം, സ്വർഗാരോഹണം, അതിവിടെ കഴിയുക. 50-ാം നാളിൽ പരിശുദ്ധാത്മാവാൻ ദൈവം ലോകത്തിലേക്ക് വരുന്നത് എവിടെ? പന്തിരുവരുടെ ഇടയിലേക്കും ആ കർത്താവ് അവരോട് പ്രോമിസ് ചെയ്ത് ദൈവജനത്തിന് ഇടയിലേക്കാണ് വരുന്നത്. അതിനുശേഷം സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലുന്ന ഒരു കാലമാണ് ഇത്. കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രീൻ കളറിൽ കാണുന്ന, ആ പച്ച നിറത്തിൽ കാണുന്ന റാത്ത് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു പീഡന കാലം, അവർ അതിലേക്ക് കടക്കും. ആ പീഡന കാലത്തിലേക്ക് അവർ കടക്കാൻ കാരണം അവരെ പൊന്നുരുക്കുന്നത് പോലെ ഉരുക്കി അവരുടെ വിശ്വാസത്തെ ശോധന ചെയ്ത് അവർ 1000 ആണ്ടിലേക്ക് കടക്കണം. അതിൽ 1000 പേരുണ്ടെങ്കിൽ 1000 പേരും കൂടി ഇപ്പുറത്ത് കടക്കത്തില്ല. അതിനെ തീയിൽ ഊതി കഴിച്ച പൊന്നു പോലെ ശോധന ചെയ്ത് അതിൽ നിന്ന് ഉരുത്തിരിയുന്ന തങ്കം മാതിരിയുള്ളവർ മാത്രമേ ഈ 1000 ആണ്ട് വാഴ്ചയിലേക്ക് കടക്കത്തുള്ളൂ. സക്രിയ പ്രവചനം 13-ാം അധ്യായം അതിന്റെ 8-9 വാക്യമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അവിടെയൊക്കെ പറയുന്നുണ്ട് 3-ൽ 2 പട്ടുപോകും. സ്ട്രെയിറ്റ് 3-ൽ 2 പട്ടുപോകും. 100 പേരെ എടുത്തു കഴിഞ്ഞാൽ 66 പേര് അവിടെ തന്നെ പട്ടുപോകും. ബാക്കിയുള്ള 34 പേര്, ആ 34 പേരെ തീയിൽ ഊതി കഴിച്ച പൊന്നുപോലെ ആ പീഡന കാലത്തിൽ കൂടി അവർ കടന്നു പോകും. അതിന്റെ അപ്പുറത്ത് വരുന്ന പ്രൊഡക്റ്റ് ആണ് 1000 ആണ്ടിലേക്ക് കടക്കാൻ പോകുന്നത്. ഇതൊക്കെ അവരോട് പ്രോമിസ് ചെയ്തിരിക്കുന്ന അവരുടെ പ്രോമിസും വാഗ്ദത്ത പദ്ധതിയുമാണ്. അതിന്റെ അവസാനത്തിൽ കർത്താവ് രാജാതിരാജാവായിട്ട് അവരുടെ ഇടയിൽ വരും. കണ്ടില്ലയോ, ഇവിടേക്ക് വരും. അതാണ് മത്തായി 24-ലൊക്കെ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്നത്, കർത്താവേ, നിന്റെ മടങ്ങി വരവിനും സ്വർഗരാജ്യ പ്രവേശനത്തിനും ലക്ഷണങ്ങൾ എന്തൊക്കെയാന്നുള്ളത്. അതാണ് 24-ാമത്തെ അധ്യായം മുഴുവനും കർത്താവ് അവരോട് പറഞ്ഞു കൊടുക്കുന്നത്. അവരോടാ പറയുന്നത് കാര്യം, അവരുടെ പദ്ധതിയാണ്. അത് കഴിഞ്ഞ് 1000-ാം ആണ്ട് വാഴ്ച, ഇത് 1000-ാം ആണ്ട് വാഴ്ചയാണ്. അതിനുശേഷം ഒരു വെള്ള സിംഹാസനത്തെങ്കിലെ ന്യായവിധി ഉണ്ട്. ആ ന്യായവിധിക്ക് ശേഷം നിത്യതയിലേക്ക് കടക്കുക. ഇതാണ് യഹൂദന്റെ പദ്ധതി. ഇത് നിങ്ങളുടെ മനസ്സിലൊന്ന് ഇരിക്കണം. ഇത് മറന്നു പോകല്ല. നിങ്ങൾക്ക് അപ്പൊ കാര്യങ്ങളെ കുറെ കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ എത്ര ക്രിസ്ത്യാനികളെ നിങ്ങൾ കണ്ടു ഇതുവരെ? 0 ക്രിസ്ത്യാനി. ഇവിടെ ഒരു ക്രിസ്ത്യാനിയും ഇതുവരെ ഇല്ല. ഈ കർത്താവ് ഈ ലോകത്തിൽ വന്നതും സംസാരിച്ചതും ഇവിടെ ശുശ്രൂഷിച്ചതും ഇവിടെ പ്രോമിസ് ചെയ്തതും ഒക്കെ യഹൂദിയ വാഗ്ദത്ത പദ്ധതിയാണ്. ഇതിന്റെ അപ്പുറത്ത് എന്തിനാ ഒരു എക്സ്പ്ലനേഷൻ എന്ന് തന്നെ എനിക്ക് ആവശ്യമില്ല. അത്രയ്ക്ക് ക്ലിയർ ആയത്. പകൽ സൂര്യൻ ഉദിച്ച് നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഈ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അതുകൊണ്ട് ഇവിടെ ഒരു തർക്കത്തിന്റെയോ ഇതിന്റെ ഒരു ഡിസ്കഷന്റെയോ ആവശ്യമേ വരുന്നില്ല. ഇവിടെ കർത്താവ് ഇത് വരാൻ കാര്യം, ഇവിടെ മോശയിൽ നിന്ന് ആരംഭിക്കുന്നതിന് മുൻപേ അബ്രഹാമിനോട് ദൈവം പ്രോമിസ് ചെയ്ത പദ്ധതി. 1-2 വാക്യങ്ങൾ കൂടെ കാണിച്ച് ഞാൻ നിങ്ങളുടെ മെമ്മറി ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് വരാം. ഇവിടെ ഉൽപ്പത്തി പുസ്തകം വേണ്ട, ആവർത്തന പുസ്തകത്തിലേക്ക് പോവാം. ആവർത്തന പുസ്തകം 14-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം മാത്രം ഒന്ന് പ്രൊജക്ട് ചെയ്യാം. ആവർത്തന പുസ്തകം 14-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. ഒരു സെക്കൻഡ്, ഞാൻ ഈ പിക്ചർ ഒന്ന് മാറ്റിക്കോട്ടെ. ആവർത്തന പുസ്തകം 14-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. അവിടെ പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ. ആവർത്തന പുസ്തകം ആർക്ക് കൊടുത്ത പുസ്തകമാ? ക്രിസ്ത്യാനിക്ക് തന്ന പുസ്തകമാ? യഹൂദിന് കൊടുത്തിരിക്കുന്നത്, മോശ എഴുതി കൊടുത്തിരിക്കുന്ന പുസ്തകമാണ് ആവർത്തന പുസ്തകം, ഡ്യൂട്രോണമി. അവിടെ പറയാണ്, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ. അവരോട് പറയുക, ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് തനിക്ക് സ്വന്തം ജനമായിരിക്കാൻ യഹോവ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങനെ യഹോവ തെരഞ്ഞെടുത്തിരിക്കുന്ന ജനമാണ്. അങ്ങനെ തെരഞ്ഞെടുക്കാൻ കാരണം നിങ്ങളുടെ വെല്ലിപ്പച്ചനുമായിട്ട് യഹോവ ചെയ്ത ഒരു പ്രമാണമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അത് കാരണമാണ്. ഇത് കണ്ടില്ലയോ, 17-ാം അധ്യായം ഉൽപ്പത്തി 17-ന്റെ 8 അബ്രഹാമിനോട് ചെയ്ത പ്രോമിസ്, ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വത അവകാശമായി തരും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും. ഇത് ശാശ്വത അവകാശമായിരിക്കും. അല്ലെങ്കിൽ അവരേതെങ്കിലും യുദ്ധത്തിൽ ജയിച്ചിട്ട് അവർക്ക് കിട്ടുമെന്നല്ല. ദിസ് എറ്റേണൽ പൊസഷൻ. ഇതിന്റെ ഇംഗ്ലീഷ് കണ്ടില്ലയോ, ഓൾ ദ ലാൻഡ് ഓഫ് കനാൻ ഫോർ ആൻ എവർ ലാസ്റ്റിംഗ് പൊസഷൻ ആൻഡ് ഐ വിൽ ബി ദെയർ ഗോഡ്. ഇതൊക്കെ ഫുൾ സ്റ്റോപ്പാണ്. ഇതൊക്കെ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ അവർക്ക് ശാശ്വത അവകാശമായിട്ട് കൊടുക്കും എന്നൊക്കെയുള്ളത് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഒരു പ്രോമിസിന്റെ ഫുൾഫിൽമെന്റ് ആണ് ഇതിന് ശേഷം നടക്കുന്നത്. ഒരു വാക്യം കൊടുത്ത് കാണിച്ചോട്ടെ. മത്തായിയുടെ സുവിശേഷം, ഉൽപ്പത്തി പുസ്തകം തന്നെ അതിന്റെ 13-ാമത്തെ അധ്യായം അതിന്റെ 14 മുതലുള്ള ചില വാക്യങ്ങൾ കൊടുത്ത് വായിച്ച് കേൾപ്പിക്കാം. ലോത്ത് അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്ക് നിന്റെ സന്തതിക്ക് ശാശ്വതമായി തരും. ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെ ആക്കും.
ഭൂമിയിലെ പൊടിയെ എണ്ണാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെ എണ്ണാം. നീ പുറപ്പെട്ട ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കാൻ ഞാൻ അത് നിനക്ക് തരും. മനസ്സിലായോ? ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവിക അഷുറൻസും ദൈവിക വാഗ്ദത്വവും ദൈവം അവർക്ക് കൊടുത്തിരിക്കുക. ഇതിന്റെ ഫുൾഫിൽമെന്റ് ആണ് തുടർന്നുള്ള കാലങ്ങളിൽ നടക്കുന്നത്. ഇവിടെ മോശയെ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ മോശയെ വിളിക്കുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ വന്നു കഴിയുമ്പോൾ 19-ാം അധ്യായം, പുറപ്പാട് 19-ാം അധ്യായത്തിൽ വന്നു കഴിയുമ്പോൾ മോശയിൽ കൂടി അവർക്ക് കൽപ്പനകളെ കൊടുക്കുക. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകുന്നില്ല, 2 വാക്യം മാത്രം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. മോശയിൽ കൂടി പുറപ്പാട് പുസ്തകത്തിൽ വന്ന് കൽപ്പന കൊടുക്കുന്ന ആ ഭാഗത്ത് പറയുന്നുണ്ടോ? ഇവിടെ പറയാം, ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ടനുസരിക്കുകയും ഇവരെ മിസ്രൈമിൽ നിന്നും ദൈവം വിളിച്ചുകൊണ്ട് കനാൻ ദേശത്തേക്ക് കൊണ്ടുപോവുക. ആ സീനായി മലയുടെ അടിയിൽ വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് അവർക്ക് കൽപ്പന കൊടുക്കാൻ പോവുക. ഇവിടെ ഈ പഴയ നിയമം അവർക്ക് കൊടുക്കാൻ പോവുക. 10 കൽപ്പനകളും അതിനോട് അനുബന്ധമായിട്ടൊരു 1613 ക്ലോസസുകളൊക്കെ അടങ്ങുന്ന കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ ആയിട്ട് നിയമങ്ങളും നിയമാവലികളും ഒക്കെ ചേർന്ന് അവർക്ക് കൊടുക്കാൻ പോവുക. ആ ദൈവം അവരോട് പറയുക, നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച പ്രത്യേക സമ്പത്തായിരിക്കും, ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. യു ഷാൽ ബി എ പെക്യുലിയർ ട്രഷർ അൺടു മീ അബവ് ഓൾ പീപ്പിൾ. ഇത് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുക. അത് കഴിഞ്ഞ നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജത്വമായിരിക്കും, വിശുദ്ധ ജനവുമാകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങളാകുന്നു. ഞാൻ ഈ ഓട്ടപ്രദക്ഷിണത്തിനിടയിൽ 1-2 വാക്യങ്ങൾ ഒന്ന് കാണിച്ചത് നിങ്ങളെ ആ വിഷയവുമായിട്ടൊന്നൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊന്നും ഉറക്കത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല. ദൈവം അബ്രഹാം മുതലേ പ്രോമിസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിറപടിയായിട്ട് നിവൃത്തിയായിക്കൊണ്ടിരിക്കുക. അന്ന് മുതൽ ഇന്ന് വരെയും അതങ്ങനെ നിവൃത്തിയായിക്കൊണ്ടിരിക്കുക. അവരുടെ ഇടയിലേക്ക് കർത്താവ് വരിക, അവരോടൊരു കവണന്റ് ചെയ്യുക. അതിനെയാണ് അബ്രഹാമിക് കവണന്റ് എന്ന് പറയുന്നത്, അബ്രഹാമ്യ ഉടമ്പടി. ആ ഉടമ്പടിക്ക് ശേഷം മോശയുമായിട്ടൊരു കവണന്റ് ചെയ്യുക, അത് മൊസൈക് കവണന്റ് എങ്കിൽ മോശൈക ഉടമ്പടി. അത് കഴിഞ്ഞിട്ട് ദൈവം ദാവീദ് വരുമ്പോൾ ഡേവിഡ് കവണന്റ് ചെയ്ത് ദാവീദ്യ ഉടമ്പടി ചെയ്ത് ആ വിഷയത്തെ ഉറപ്പിക്കുക. ആ വിഷയം തന്നെയാണ് കർത്താവ് പറയുന്നത്. കർത്താവ് ഉലകത്തിൽ വന്ന് പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു പരിച്ഛേദനക്കാർക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു. ഇനി ഇതിനിടയ്ക്ക് ദാനിയേലിനെ ഒന്ന് വിളിക്കുക. കാര്യം ഇവരെ ആ ദേശത്ത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് അവിടെ കൊണ്ടുവന്നെങ്കിലും ഇവരെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. വിടാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി അന്യ ദൈവീ ദേവന്മാർക്ക് ആരാധന അർപ്പിച്ച് അവർക്ക് ധൂപം കാട്ടി അവരുമായിട്ട് അവരുടെ ആരാധനയിലായിപ്പോയി. ദൈവം അതുകൊണ്ട് അവരെ അടിച്ച് ഓടിക്കുക. BC 700-കളിൽ അവരെ അസീറിയൻ പ്രവാസത്തിലേക്ക് ഓടിക്കുക. BC 500-ന്റെ മധ്യഭാഗം ആയി കഴിഞ്ഞപ്പോൾ അവരെ വേറെ ബാക്കി ഉണ്ടായിരുന്നു. അതിനെ ഇവര് 2ആയിട്ട് പിരിഞ്ഞു, നോർത്തേൺ കിങ്ഡം എന്നും സൗത്തേൺ കിങ്ഡം എന്നും പറഞ്ഞിട്ട്. നോർത്തേൺ കിങ്ഡത്തെയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്, സൗത്തേൺ കിങ്ഡമാണ് യഹൂദ എന്ന് പറയുന്നത്. നോർത്തേൺ കിങ്ഡത്തിന്റെ ക്യാപിറ്റലാണ് ശമരിയ, സൗത്തേൺ കിങ്ഡത്തിന്റെ ക്യാപിറ്റലാണ് ജെറുസലേം. 2 രാജ്യമായിട്ട് ജെറോബയാമിന്റെയും റഹോബയാമിന്റെയും കാലത്ത് പിരിഞ്ഞേക്കുക. ആ പിരിഞ്ഞിരിക്കുന്നവരെ ആ നോർത്തേൺ കിങ്ഡം 10 ഗോത്രം അവരെ അസീറിയൻ പ്രവാസത്തിലേക്ക് പിടിച്ചോണ്ട് പോയി അശൂർ രാജാക്കന്മാര്. അതിനുശേഷം ഉണ്ടായിരുന്ന 2 രാജ്യം, ആ 2 ഗോത്രം അവരെ ബാബേൽ പ്രവാസത്തിലേക്ക് പിടിച്ചോണ്ട് പോയി ബാബിലോണിൽ. അതിനുശേഷം മെദോപെർഷ്യ രാജാക്കന്മാരുടെ കീഴിലായിരുന്നു, അതായത് ഇറാന്റെ കീഴിലായിരുന്നു. ഇറാഖാണ് പിടിച്ചോണ്ട് പോയതെങ്കിലും പിന്നെ അവർ ഇറാന്റെ കീഴിലായിരുന്നു. ഇറാനിൽ നിന്നാണ് അവിടുന്ന് കോരശും ദാര്യാവേശും ഒക്കെ ചേർന്ന് അവരെ അവിടുന്ന് അയക്കുന്നതും തിരിച്ചു വന്ന് ആലയം പണിയും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, ഒത്തിരി ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അങ്ങനെ അവർ ഉലകം മുഴുവൻ ചിതറി പോവാനായിട്ടിടയായി. അങ്ങനെ അവർ അന്യ ദേവീ ദേവതന്മാരെ ആരാധിച്ച് ഈ ബാൽ വിഗ്രഹങ്ങൾക്കും അശേരായിക്കും പ്രതിഷ്ഠയ്ക്കും അവര് ധൂപം കാട്ടി ദൈവത്തെ കോപിപ്പിച്ച് അങ്ങനെ അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഇവർ ആ ബാബേൽ പ്രവാസത്തിലായിരുന്നപ്പോൾ ഇവരോട് ദൈവം വീണ്ടും ഈ മോശയോടും ദാവീദിനോടും ഒക്കെ പറഞ്ഞതുപോലെ ദാനിയേലിനോട് പറയുക. ആരാ പറഞ്ഞ ദാനിയേലിനോട്? ദൈവം ഗബ്രിയേൽ ദൂതനെ അയച്ച് ഗബ്രിയേൽ ദൂതൻ ഡയറക്റ്റ് വന്ന് ദാനിയേലിനോട് സംസാരിക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം കൊണ്ട് ഒത്തിരി റെഫറൻസ് ഞാൻ എടുക്കുന്നില്ല. മനസ്സിലാക്കി പോകുക. എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. പകൽ വെളിച്ചം പോലെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പച്ച വെളിച്ചം പോലെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ദാനിയേലിനെ വിളിക്കുക. ദാനിയേലിനെ വിളിച്ചിട്ട് ഗബ്രിയേൽ ദൂതൻ ദാനിയേലിന്റെ അടുത്ത് വന്ന് തോളത്ത് തട്ടിയിട്ട് പറയുക, എന്താ നടക്കാൻ പോകുന്നത്, നിനക്കും നിന്റെ ജനത്തിനും എന്ത് സംഭവിക്കുമെന്ന് പറയുക, മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് പറയുക. ദാനിയേൽ പ്രവചനം ഒന്നൊന്ന് കാണിക്കുക. ഒറ്റ വാക്യം കാണിച്ചിട്ട് ഞാൻ അവിടുന്ന് മാറാം. ദാനിയേൽ പ്രവചനം
9-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം മാത്രം ഒന്ന് പ്രൊജക്ട് ചെയ്യുക. 9:24. ഇത് കണ്ടില്ലയോ? ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 24-ാം വാക്യം വായിക്കാം. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായച്ചിത്തം ചെയ്തിട്ട് നിത്യനീതി വരുത്താനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും. ഇത്രയും കാര്യങ്ങൾ, 6 കൂട്ടം കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ അന്ന് മുതൽ നടക്കണം. അത് പൂർണ്ണമായിട്ട് നടന്നു കഴിഞ്ഞു. ഇനി നടക്കാനുള്ളത് ലാസ്റ്റിലുള്ള 2 കാര്യങ്ങളുണ്ട്. അത് മാത്രമേ ഉള്ളൂ. തക്കവണ്ണം നിന്റെ ജനത്തിനും. ആരാ നിന്റെ ജനം? അതാണ് യഹൂദൻ. വിശുദ്ധ നഗരത്തിനും. അതേതാ വിശുദ്ധ നഗരം? അതാണ് ജെറുസലേം. 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. നിന്റെ മുന്നിൽ ഇനിയുള്ളത് 70 ആഴ്ചവട്ടമാണ്. ഇതാരാ പറഞ്ഞ? ദൈവം പറഞ്ഞിരിക്കുക. ദൈവത്തിന് വല്ല തെറ്റുപറ്റിയതാണോ? ഒരിക്കലുമല്ല. ദൈവത്തിന് അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. ദൈവം 70 ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റായിട്ട് ഗബ്രിയേൽ ദൂതൻ മുഖാന്തരം അറിയിച്ചിരിക്കുക. 70 ആഴ്ചവട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആഴ്ചവട്ടം എന്ന എബ്രായ ഭാഷയിൽ ഉപയോഗിക്കുന്നത് വർഷത്തിനും അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഞാൻ നമ്മുടെ പല ക്ലാസ്സുകൾ ഇതിനു മുമ്പ് ഞാൻ ഈ 70 ആഴ്ചവട്ടം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ 70 ആഴ്ചവട്ടം എന്ന് പറയുന്നത് 7-7-49 490 വർഷത്തിന്റെ ഒരു കണക്കാണ് പറയുന്നത്. 7 ആഴ്ചയോ 70 ആഴ്ചയോ അല്ല, 490 വർഷത്തിന്റെ ഒരു കണക്കാണ്. ആ 490 വർഷമാണ് ഇന്ന് മുതൽ, അല്ലെങ്കിൽ ആ കോരശ് രാജാവ്, സൈറസ് എന്ന് പറയുന്ന ആ രാജാവ് ഡിഗ്രി പുറപ്പെടുവിക്കുന്ന നാൾ മുതൽ നിങ്ങളുടെ മുന്നിൽ ഈ 490 വർഷമാണ് ഉള്ളതെന്ന് പറയുക. ആ 490 വർഷം ഉള്ളതില് അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്നത് വരെ 483 വർഷം കഴിയും. അതായത് കർത്താവ് ഉലകത്തിൽ വന്ന് കർത്താവിന്റെ ആ ട്രയഫന്റ് എൻട്രി ഉണ്ടല്ലോ, ആ യെരുശലേമിൽ കൂടിയുള്ള കർത്താവിന്റെ കഴുതപ്പുറത്തുള്ള ഹോശന്ന പാടിയുള്ള ആ ഒരു വരവ്, അതോടുകൂടി കർത്താവിന്റെ ആ അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്ന അടുത്ത ദിവസം ആ ഛേദിക്കപ്പെടുന്നതോടുകൂടി ആ 483 വർഷം തികയുമെന്ന് വളരെ വ്യക്തമായിട്ട് ഇതിൽ പറഞ്ഞിരിക്കുക. അതിനുശേഷം ഒരു വർഷത്തെ, അതായത് ഒരു ആഴ്ചവട്ടം 7 വർഷത്തെ കാലയളവ് ബാക്കിയുണ്ട്. അതിനെയാണ് അന്ത്യകാലം എന്ന് പറയുന്നത്. ആ അന്ത്യകാലം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇതിനു മുമ്പ് കാണിച്ച ആ സ്കെച്ചിലെ ആ ഒരു ഗ്രീൻ കളറിൽ കാണിച്ചില്ലേ, റാത്ത് ഓഫ് ഗോഡ് എന്ന് പറയുന്ന അന്ത്യകാലം, അതാണ് ആ ഒരു ആഴ്ചവട്ടം. അതിനെയാണ് അന്ത്യകാലം എന്ന് പറയുന്നത്. അതിലൂടെ ഇവർ കടന്നു പോകും. അതിനാണ് സ്വർഗരാജ്യത്തിൽ അവർ കടക്കുന്നതിന് മുമ്പായിട്ട് അവരെ ശോധന ചെയ്ത്, അവരെ ശുദ്ധീകരിച്ച്, അവരെ പൊന്നുപോലെ ഊതിക്കാച്ചി ആ സ്വർഗരാജ്യത്തിലേക്ക് കടക്കാനുള്ള ഒരു വിൻഡോയാണ്. അതെന്താണെന്നാണ് കർത്താവ് ഉലകത്തിൽ വന്നപ്പോൾ പ്രസംഗിച്ചതിലെ ഏറ്റവും വലിയ തീം എന്ന് പറയുന്നത്. കർത്താവ് പ്രസംഗിച്ചത് മുഴുവനും ആ കഷ്ടകാലത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ പിടിച്ചു നിൽക്കണം, എങ്ങനെ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗരാജ്യത്തിലേക്ക് കടക്കാൻ പറ്റും, അതിൽ പിടിച്ചു നിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും, വീണു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഗതി എന്താകും, എങ്ങനെ പിടിച്ചു നിൽക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്നുള്ള പ്രാർത്ഥനയെല്ലാം ആ ഒരു കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ, ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചോളണം എന്നൊക്കെ പറയുന്നത് സാത്താനിൽ ഞങ്ങളെ രക്ഷിക്കണമെന്നാ. കാര്യം 666 സാത്താന്റെ വാഴ്ചയും ഇവിടെ നടക്കുന്ന ഒരു സമയമാണ്, ടൈം പീരീഡാ. അവൻ ആരെ വിഴുങ്ങണ്ടെന്ന് കരുതി അലർന്ന സിംഹം പോലെ ഇറങ്ങി വന്നിരിക്കുക. അവന്റെ വാലുകൊണ്ട് അവൻ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 ചുരുട്ടി വാരി എറിഞ്ഞ് ഭൂമിയിലേക്ക് വന്നിരിക്കുക. അതിന്റെ അർത്ഥം അവന്റെ കൂടെയുള്ള സ്വർഗീയ ദൂതന്മാരിൽ 1/3 അവന്റെ കൂടെ. ആ ദൂതന്മാരെ, ആ 1/3 നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്, അവരെ ചേർത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുക. പഴയ പാമ്പായ സർപ്പം. അവന്റെ ടാർഗറ്റ് ആരാ? അവന്റെ പൂണി കിടക്കുന്നവരാ? അശാരായം ബാൽ വിഗ്രഹങ്ങളെയൊക്കെ ആരാധിച്ച് നിൽക്കുന്നവരാണോ ആ സാത്താന്റെ ടാർഗറ്റ്? അത് ഓൾറെഡി അവന്റെ പൂണിയിൽ കിടക്കുക. അവന്റെ ടാർഗറ്റ് യഹൂദനാണ്. ദൈവത്തിന്റെ വാഗ്ദത്തം കിട്ടിയിരിക്കുന്ന യഹൂദ ജനമാണ്. അവരെ ടോർച്ചർ ചെയ്ത്, അവരെ ടാർഗറ്റ് ചെയ്ത്, അവരെ ഒരുത്തിരെ പോലും സ്വർഗരാജ്യത്തിലേക്ക് കടക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് അവന്റെ ടാർഗറ്റ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ ആരെ വിഴുങ്ങേണ്ടെന്ന് കരുതി അലർന്ന സിംഹം പോലെ ഇറങ്ങി വന്നിരിക്കുക. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, അന്നത്തേക്കുള്ള ആഹാരം ഞങ്ങൾക്ക് തരണേ. അന്നത്തേക്കുള്ള ആഹാരമല്ല, അടുത്ത ഒരു ദിവസത്തേക്കുള്ള കിട്ടത്തില്ല അവിടെ, അത് റേഷനാണ്. അവിടെ കെരീത്ത് തോട്ടിൽ ആ കാക്ക അയച്ച് ഏലിയാവിനെ പോറ്റിയതുപോലെ ദൈവം അവരെ പോറ്റും. പക്ഷെ അവർ വിശ്വസ്തരായിട്ട് നിൽക്കണം. ഇതൊരു ദൈവിക പദ്ധതിയാണ്. അതാണ് അവിടെ നിറവേറേണ്ടുന്നത്. ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി സമയം നിന്നു പോകും. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ആ 70 ആഴ്ചവട്ടം എന്ന് പറയുന്ന ടൈം പീരീഡിന്റെ 69 ആഴ്ചവട്ടം വരെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവർ 70-ാം ആഴ്ചവട്ടത്തിലേക്ക് കടക്കണമായിരുന്നു. അതാണ് കർത്താവ് പറഞ്ഞിട്ട് പോയത്. അവിടെ കടക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഈ ഫിസിക് കൊണ്ടും അവരുടെ ഈ അറിവ് കൊണ്ടും അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടും ഒന്നും കടക്കാൻ പറ്റത്തില്ല. അതിനാണ് പരിശുദ്ധ ആത്മാവിനെ അവരുടെ മേൽ അയക്കുന്നത്. നിങ്ങൾ എങ്ങും പോകരുത്, ഇവിടെ തന്നെ യെരുശലേമിൽ തന്നെ പാർപ്പീൻ, ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം.
ശക്തി ലഭിച്ചതിന് ശേഷം നിങ്ങൾ യെരുശലേമിലും യഹൂദിയയിലും എല്ലായിടും ശമരിയയിലും ഉലകത്തിന്റെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകാൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആ പരിശുദ്ധാത്മ ശക്തി അവർക്ക് ആവശ്യം, അല്ലാതെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ഇതുവരെ പറഞ്ഞതെല്ലാം യഹൂദന്റെ പദ്ധതിയാണെന്നുള്ളത് പകൽ വെളിച്ചം പോലെ സത്യമാണെന്ന് ഞാൻ തെളിയിക്കുക നിങ്ങളുടെ മുന്നിൽ. ഇവിടെ അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഈ തിരുവചനത്തിൽ ഇതെല്ലാം എഴുതിയിരിക്കുന്നത്, ഇതൊന്നും അവരറിയാത്ത വിഷയമല്ല. അവരിത് കാത്തിരുന്നത്, അവര് തല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് മശിഹ വരുമെന്നുള്ളത്. ബട്ട് എന്തുകൊണ്ടാണ് പിന്നെ മശിഹ വന്നിട്ട് അവരറിയാഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരങ്ങനെ ഒരു മശിഹായെ അവരുടെ സ്വപ്നത്തിൽ പോലും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ വിചാരിച്ചിരുന്നത് മുഴുവനും ദാവീദിന്റെ ഗോത്രത്തിൽ യഹൂദാഗ്രഹത്തിലെ സിംഹമായവൻ രാജാതിരാജാവായിട്ട് വരുമെന്നുള്ളൊരു വരവ് അവർ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ യെശയ്യാ പ്രവാചകൻ 53-ാമത്തെ അധ്യായത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് മശിഹായെ കുറിച്ചാണ്. അങ്ങനെ ഒരു മശിഹ വരുമെന്ന് അവർ ഗ്രഹിച്ചിരുന്നില്ല. യെശയ്യാ പ്രവചനത്തിന്റെ 53-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം തുടങ്ങുന്നത് തന്നെ ഇതാര് ഗ്രഹിച്ചു? ഒരു മനുഷ്യനും ഗ്രഹിച്ചില്ല. യഹോവയുടെ ഭുജബലം ആർക്ക് വെളിപ്പെട്ടു? ഒരു മനുഷ്യനും വെളിപ്പെട്ടില്ല. അതാണ് അവരുടെ തെറ്റ്, അവർക്ക് പറ്റിയ പ്രശ്നം അതാ. അവർ മശിഹായെ തിരിച്ചറിഞ്ഞില്ല. ഇന്നും കർത്താവിന്റെ കല്ലറ വാക്കും ഭാഷണവും ഇല്ലാതെ അവരുടെ മുന്നിൽ തുറന്നു കിടക്കുക. പക്ഷെ ഇന്നും അവർ വിശ്വസിച്ചിട്ടില്ല. കാര്യം അവരുടെ കണ്ണ് കുരുടായി പോയിരിക്കുക. അവർക്ക് ഈ സത്യം ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഞാൻ വിഷയത്തിലേക്ക് വരിക. ഇവിടെ യഹൂദിയ ഗ്രന്ഥമാണ് ഞാൻ കാണിച്ച തനാക്ക് എന്ന് പറയുന്നത്. ആ തനാക്കിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഇതിൽ എഴുതിയിരിക്കുന്നതിലെ ഒരു വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ അതിൽ എഴുതിയിരിക്കുന്നു. ആ ബുക്കുകൾ അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതിന്റെ ഓർഡർ മാത്രമേ ഉള്ളൂ സ്ലൈറ്റ് ഡിഫറൻസ് ഉള്ളത്. അതർവൈസ് നമ്മുടെ ഓൾഡ് ടെസ്റ്റ്മെന്റ് ആണ് അവരുടെ തനാക്ക് എന്ന് പറയുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളുമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഞാനൊരു ഉപമ, പെട്ടെന്ന് കർത്താവ് പറഞ്ഞൊരു ഉപമ മാത്രം ഒന്ന് ഫ്ലാഷ് ചെയ്തിട്ട് ഓടിപ്പോകാം. മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം. മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം നിങ്ങൾക്കൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ഉപമയാണ്. ഞാനൊന്ന് പെട്ടെന്നൊന്ന് ഫ്ലാഷ് ചെയ്യാം. മുഴുവൻ വായിക്കത്തില്ല, ഒന്ന് രണ്ട് ഇത് മാത്രം വായിക്കും. ഇത് കണ്ടില്ലയോ? മത്തായി 22:1 മുതൽ യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചത് എന്തെന്നാൽ, സ്വർഗരാജ്യം, ഇതേതായി സ്വർഗരാജ്യം? കർത്താവ് അതിലേക്ക് കടക്കാൻ പോവുക, ഇവർ അതിലേക്ക് കടക്കാൻ പോവുക, അതിനുവേണ്ടി ഒരുങ്ങാനാണ് പറയുന്നത്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങളുടെ കൈക്കലായിരിക്കുന്നു, അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ പറയുക. തന്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. അവർക്കോ വരുവാൻ മനസ്സായില്ല. ഇവരെയൊക്കെ കല്യാണത്തിന് വിളിക്കാൻ പല ദാസന്മാരെ അയച്ചു, അവർക്കോ വരുവാൻ മനസ്സായില്ല. പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു. എൻ്റെ മുത്താഴം ഒരുക്കി തീർത്തു, എൻ്റെ കാളുകളെയും തടിപ്പിച്ച മൃഗങ്ങളെ അറുത്തു, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, കല്യാണത്തിന് വരുവിനെന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തൻ്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തൻ്റെ വ്യാപാരത്തിനും പോയി കളഞ്ഞു. ശേഷമുള്ളവർ അവന്റെ ദാസന്മാരെ പിടിച്ചു, അപമാനിച്ചു, കൊന്നുകളഞ്ഞു. നിങ്ങൾക്കിതറിയാം. രാജാവ് കോപിച്ച് സൈന്യങ്ങളെ അയച്ചു, ആ കുലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. ഞാൻ എന്തിനാ ഇത് കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അധികം സംസാരിക്കാതെ ഈ വിഷയം നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആകും. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ഉപമ കാണിച്ചത്. ഇവിടെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിന് സദൃശ്യമാണ് അവരുടെ ആ കാലഘട്ടത്തിലെ സ്വർഗരാജ്യം എന്ന് പറയുന്ന ആ ഒരു പദ്ധതി. ദൈവം പറയുന്ന ഒരു ഉപമയാണ്. ഇവിടെ കർത്താവ് സംസാരിക്കുന്ന ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളോടാണ് ഈ ഉപമ പറയുന്നത്. ഇവിടെ ഒരു ക്രിസ്ത്യാനിയും ഇല്ല, തെറ്റിദ്ധരിച്ചു കളയരുത്. ഒരു ക്രിസ്ത്യാനിയും അവിടെ ഇല്ല. അവിടെ ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അരികിലാണ് കർത്താവ് ഈ ഉപമ പറയുന്നത്. അയ്യോ, അപ്പൊ ചർച്ച് ഇല്ലേ? ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ചർച്ച് ഇല്ലേ? അങ്ങനെ ഒരു സംഗതി അന്ന് വരെ ആരംഭിച്ചിട്ടില്ല. പൗലോസ് അപ്പോസ്തലനെ വിളിച്ചിട്ട് പോലുമില്ല. പോളിൽ കൂടെയാണ് ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ദൈവസഭ എന്താണെന്ന് വെളിപ്പെടുത്തി തുടങ്ങുന്നത്. അങ്ങനെ ഒരാളെ വിളിച്ചിട്ടില്ല. ഇവിടെ നടക്കുന്ന മുഴുവൻ യഹൂദിയ പദ്ധതിയാണ്. ക്രിസ്ത്യാനിറ്റിയുടെ സി പോലും ആരംഭിച്ചിട്ടില്ല ഇവിടെ. ഓക്കെ, ഇവിടുത്തെ രാജാവ് ആരാണ്? ഈ രാജാവ് ആരാണ്? രാജാവിന്റെ പുത്രൻ ആരാണ്? കല്യാണ സദ്യ എന്താണ്? ഇത് ഞാനൊന്ന് പറഞ്ഞുതരാം, പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അപ്പൊ ഇത് സംഗതി ക്ലിയർ ആവും. ഈ രാജാവ് എന്ന് പറയുന്നതാണ് പിതാവായ ദൈവം. രാജാവിന്റെ പുത്രനാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ പുത്രന്റെ കല്യാണത്തിന് വേണ്ടി സദ്യ ഒരുക്കിയിട്ട് ചിലരെ ക്ഷണിച്ചിരിക്കുക. കല്യാണ സദ്യ എന്ന് പറയുന്നത് എന്താ? അതാണ് ഈ സ്വർഗരാജ്യം. ഈ 1000 ആണ്ടിലേക്ക് കടക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് കടക്കുന്ന മെസ്സിയാനിക് കിങ്ഡം എന്ന് പറയുന്ന അതിനെയാണ് 1000 ആണ്ട് കർത്താവ് വാഴാൻ പോകുന്ന സ്വർഗരാജ്യം. കല്യാണ സദ്യ എന്ന് പറയുന്ന ആ സ്വർഗരാജ്യമാണ്.
ആ സദ്യ ഒരുങ്ങിയിരിക്കുക, എല്ലാം റെഡിയാ, അതിന് വിളിക്കുക. ക്ഷണിക്കപ്പെട്ടവർ? ക്ഷണിക്കപ്പെട്ടവർ? നാഷണൽ ഇസ്രായേൽ, യഹൂദൻ ആസ് എ ഹോൾ, യഹൂദിയ രാജ്യം, അവരെ വിളിക്കുക, അവരെ മുഴുവനെ ക്ഷണിക്കുക. ഇസ്രായേലിനെ, നാഷണൽ ഇസ്രായേൽ, അവരെ ഇതിനുവേണ്ടി വിളിക്കുക. ആരാ ഇവരെ വിളിച്ചേ? ആരാ ഇവരെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പോയേ? ഇവരെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ദൈവം അയച്ച 17 പ്രവാചകന്മാരുണ്ട്. അവരോടെല്ലാം 5 മേജർ പ്രോഫറ്റ്സും 12 മൈനർ പ്രോഫറ്റ്സും. അവരോട് പറഞ്ഞത് മുഴുവൻ ഇങ്ങനൊരു കല്യാണം നടക്കാൻ പോകുന്നു, നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത കല്യാണമാണ്, നിങ്ങളെ അതിന് ക്ഷണിച്ചിരിക്കുക, നിങ്ങൾ അതിന് വരാതെ നിങ്ങൾ വേറെ കല്യാണത്തിനും വേറെ ആൾക്കാരുടെ പുറകെ പോയി കഴിഞ്ഞാൽ ദൈവം കോപിക്കും, ദൈവം നിങ്ങളെ അടിക്കും. നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ കല്യാണ വിരുന്ന് ദൈവം ഇന്ന് നിങ്ങൾക്ക് വിശ്വസ്തനാണ്, നിങ്ങൾ അതിലേക്ക് വരാൻ എന്നാണ് ഈ 17 പ്രവാചകന്മാരും പ്രവചിച്ചേക്കുന്നത്. അവർ വിളിക്കുന്നത് ഇവരോട് വരാൻ വേണ്ടിയിട്ടാണ്, ഈ കല്യാണത്തിന് വരാനാ. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അടിക്കും, നിങ്ങളെ ഓടിക്കും, നിങ്ങളെ അന്യദേശത്ത് പ്രവാസികളായിട്ട് വിട്ടുകളെ, ഇതെല്ലാം അവരെ വിളിക്കുക, അങ്ങനെ ക്ഷണിക്കുക. അതിനുശേഷം പിന്നെ ആര് വന്നു? ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ ദൈവം അയച്ചിട്ട് ഒരു ഇൻവിറ്റേഷന് തരാൻ വേണ്ടി ഒരാളെ ഇവിടെ അയച്ചിരിക്കുക. അദ്ദേഹം ജോൺ ദ ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ സ്നാപകൻ പ്രസംഗിക്കുക, അവരെല്ലാം കുളിപ്പിച്ച് റെഡിയാക്കി അതിലേക്ക് കടത്താനായിട്ട് മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കാൻ പറയുക, വിശ്വസിക്കുന്നവരെ സ്നാനം കഴിപ്പിക്കുക. ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ അയക്കുക. അത് കഴിഞ്ഞിട്ട് സാക്ഷാൽ യേശു ക്രിസ്തു ലോകത്തിൽ വെളിപ്പെടുക, അവരെ വിളിക്കുക. അതും അവർ കേട്ടില്ല. അത് കഴിഞ്ഞിട്ട് 12 അപ്പോസ്തലന്മാരെ അയച്ചു വിളിക്കുക. അവരെ ഉപദ്രവിച്ചതല്ലാതെ അവരും പറഞ്ഞത് ശാസ്ത്രിമാരായിട്ട് മഹാപുരോഹിതന്മാരായിട്ട് കേട്ടില്ല. അങ്ങനെ കേൾക്കാതെ വന്നു കഴിയുമ്പോൾ ആ ഇൻവിറ്റേഷൻ സ്വീകരിക്കാതെ ഓരോരുത്തരും താൻ തൻ്റെ വയലിലേക്കും താൻ കാളയെ തീറ്റാനും ഒക്കെ ആയിട്ട് പോയി. അവർക്ക് ഈ ക്ഷണം സ്വീകരിച്ചില്ല. ഇസ്രായേൽ ആ ക്ഷണം സ്വീകരിച്ചില്ല. ഞാനിപ്പോ ഈ കാണിച്ചതിന്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ കാണിക്കാം. അവിടെ ക്ലിയർ ആയിട്ട് പറയാം 3 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ. ഇത് 7-ാമത്തെ വാക്യമാണ്. ഇതുകൊണ്ടല്ലോ അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു, അവർക്കോ വരാൻ മനസ്സായില്ല. പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു, എന്റെ മുത്താഴ ഒരുക്കി തീർത്ത് എന്റെ കാളുകളെയും തടിപ്പിച്ച് മൃഗങ്ങളെയും വാർത്തു, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, കല്യാണത്തിന് വരുവീൻ എന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. അത് കൂട്ടാക്കാതെ അവർ ഓരോരുത്തൻ താൻ്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തന്റെ വ്യാപാരത്തിനും പോയി കളഞ്ഞു. ശേഷമുള്ളവർ അവന്റെ ദാസന്മാരെ പിടിച്ചു, അപമാനിച്ചു, കൊന്നുകളഞ്ഞു. ഇതാണ് അവിടെ നടക്കുന്നത്. ഇവരാരും ഈ ക്ഷണം സ്വീകരിച്ച് ഇതിന് വന്നില്ല. ഇങ്ങനെ വരാതെ വന്നു കഴിഞ്ഞപ്പോൾ, അതായത് ഇസ്രായേൽ റിജക്റ്റഡ് ദ കിങ്ഡം ഓഫ് എ സൺ, അല്ലെങ്കിൽ ദ കിങ് ആൻഡ് ഹിസ് സൺ എന്ന് വേണമെങ്കിൽ പറയാം. ആ കിങ്ഡം അവർ റിജക്റ്റ് ചെയ്തു. അതുപോലെ തന്നെ കിങ്ങിനെയും ആ സണ്ണിനെയും അവരവിടെ റിജക്റ്റ് ചെയ്യുക. ഇവിടെ ഇൻവിറ്റേഷൻ, ഈ ഒരു സംഭവം നടന്നു കഴിയുമ്പോൾ ലോകത്തിലെമ്പാടും ഈ ഇൻവിറ്റേഷൻ അയക്കുക. എല്ലാവരെയും, വഴിത്തലേക്ക് നിൽക്കുന്നവരെ എല്ലാവരെയും പോയി വിളിക്കാൻ പറഞ്ഞു. ക്ഷണിക്കപ്പെട്ടവർ വന്നില്ല, അതുകൊണ്ട് എല്ലാവരെയും പോയി വിളിക്കാൻ പറയുക. ഇവിടെയാണ് ഗ്രേറ്റ് കമ്മീഷന്റെ പ്രസക്തി. നിങ്ങൾ ഓരോരുത്തരും പുറപ്പെട്ട, നിങ്ങൾ ഓരോരുത്തരും പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതീയ ദേശത്തും പോയി അവരെ വിളിക്കാൻ, ക്ഷണിക്കാൻ പറയുക. ഇതാണ് ഗ്രേറ്റ് കമ്മീഷൻ അവർക്ക് കൊടുക്കുന്നത്. അതുവരെ പറഞ്ഞിരിക്കുന്ന ഇസ്രായേലിന് വെളി പോകല്ല്, യഹൂദ ദേശത്തിന്റെ ബ്രാക്കറ്റിന് വെളി പോകല്ല്, ശമരിയയിൽ കടക്കരുത്, ജാതികളുടെ പട്ടണത്തിൽ കടക്കരുതെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആ ഇൻവിറ്റേഷൻ വെളിയിൽ പോകാൻ പറയാ, കാണുന്നവരെല്ലാം വിളിക്കാൻ പറയാ. പോയിരിക്കുന്നിടത്ത് വിളിക്കാൻ പറഞ്ഞതിന്റെ അർത്ഥം വെളി നിൽക്കുന്ന ഹിന്ദുക്കളെയും മറ്റുള്ളവരെയെല്ലാം വിളിക്കാൻ, അല്ലെങ്കിൽ അശരായി ആരാധിക്കുന്നവരെ വിളിക്കാനല്ല, ചിതറിപ്പോയിരിക്കുന്ന യഹൂദനെയും യഹൂദ മതാനുസാരികളെയും എല്ലാം വിളിക്കാൻ പറയാ ഈ കല്യാണത്തിന്. അങ്ങനെ അവർക്ക് ആ ക്ഷണം കിട്ടിയാണ് ഇസ്രായേലിന്റെ വെളിയിലേക്ക് ആ ഇൻവിറ്റേഷൻ പോകുന്നത്. അതിനെയാണ് മഹാനിയോഗം അല്ലെങ്കിൽ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു ക്ഷണം ലോകം മുഴുവനും പോവുകയാണ്. ഇവിടെ ലോകമെമ്പാടും പോയി എന്നുള്ളതിന്റെ അർത്ഥം ജാതികളുടെ ഇടയിൽ പോയി അങ്ങനെ ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചു എന്നല്ല. ഇവിടെ ക്രിസ്ത്യാനിറ്റിയുടെ ABCD ആരംഭിച്ചിട്ടില്ല. ഇതെല്ലാം അവരുടെ പദ്ധതിയെ, അവരുടെ പ്രോമിസിന് വേണ്ടി വിളിക്കുക. ഒരേ ഒരു കണ്ടീഷൻ പറഞ്ഞു, കല്യാണ വസ്ത്രം ധരിച്ചു വേണം വരാൻ. എന്താ കല്യാണ വസ്ത്രം? കല്യാണ വസ്ത്രം എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികളാണ്. അതായത് വാസ്തവമായ മാനസാന്തരമാണ്, അതിനൊത്ത ഫലമാണ്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിച്ചു കഴിഞ്ഞാൽ മാനസാന്തരത്തിനൊത്ത ഫലം കായ്ക്കാൻ പറയുക. 7-ാം അധ്യായം 21-ാം വാക്യത്തിൽ നിങ്ങളുടെ പ്രവൃത്തി, ആ ഒരു പ്രവൃത്തിക്ക് അനുസരിച്ചുള്ള ഫലം കായ്ക്കാൻ പറയുക.
ഇവിടെ വെളിപ്പാട് പുസ്തകത്തിന്റെ ഒരു റെഫറൻസ് പെട്ടെന്ന് കാണിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങളിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇത് കണ്ടില്ലേ, വെളിപ്പാടിന്റെ 4-5 ഭാഗങ്ങൾ. ഇവിടെ പറയുകയാണ്, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ എനിക്ക് സർദീസിലുണ്ട്. ഈ ഉടുപ്പ് ഈ വിശേഷ വസ്ത്രമാണ്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ഈ വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ, അതാണ് ദൈവം ഇവിടെ പറയുന്ന ആ ഒരു സ്പെഷ്യൽ ഗാർമെന്റ്. അത് ഇട്ട് വേണം ഈ കല്യാണത്തിന് വരാൻ. ഇത് അവരോട് പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു നീതി പ്രവൃത്തിയിലും അല്ല നമ്മളെ കല്യാണത്തിന് വരേണ്ട. കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടവരാ നമ്മൾ. റോമാലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം, എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ നിങ്ങൾ റെഫറൻസ് കുറിക്കുന്നവർ വായിച്ചു നോക്കിയാൽ, ക്രോസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇത് ക്രിസ്ത്യാനിറ്റിയുടെ ഉപദേശമല്ല. ഇവിടെ നീതി പ്രവർത്തികൾ പറയുന്നതും വിശുദ്ധ പ്രവർത്തികൾ പറയുന്നത് യഹൂദനോടാണ്. ആ കല്യാണ വസ്ത്രം ഇല്ലാതെ ഒരുത്തൻ വന്നു കഴിഞ്ഞാൽ, അതായത് നീതി പ്രവൃത്തി ഇല്ലാതെ എങ്ങനെയും ഒരുത്തൻ ഇതിൽ കയറി പറ്റാൻ പറ്റത്തില്ല. ഇവിടെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് ഒത്തിരി പേരെയാണ്. പക്ഷെങ്കിൽ ആ നീതി പ്രവൃത്തി ഇല്ലാതെ, ആ കല്യാണ വസ്ത്രം ഇല്ലാതെ ഒരുത്തൻ വന്നു കഴിഞ്ഞാൽ, കാസ്റ്റ് ഹിം ഇൻ ടു ദ ഔട്ടർ ഡാർക്ക്നെസ്, അവനെ പുറത്തെ ഇരുട്ടിലേക്ക് തള്ളിക്കളയാൻ പറയുക. ആ ദൈവം, മഹാദൈവം ആ കല്യാണ സദ്യക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഒരുത്തൻ അതിൽ കല്യാണ വസ്ത്രം ഇല്ലാത്തവനായിട്ട് നിൽക്കുന്നു. എല്ലാവരും കല്യാണ വസ്ത്രത്തോട് ഒരുങ്ങി, അവരുടെ ആ ഒരു വിളിക്ക് വേണ്ടി ഒരുങ്ങി വന്നവർ. അതിനിടയിൽ ഒരുത്തൻ കല്യാണ വസ്ത്രം ഇല്ലാതെ നിൽക്കുന്നു. അവനോട് ചോദിച്ചു, സഹോദര നീ എങ്ങനെ ഇതിനകത്തിൽ വന്നു പെട്ടെന്ന് ചോദിച്ചപ്പോൾ അവന് ഉത്തരമില്ല. ഇവനെ കൈയും കാലും കെട്ടി പുറത്തെ ഇരുട്ടിലേക്ക് തള്ളിക്കളയാൻ പറയുക. നിത്യ നരകാഗ്നിയിലേക്ക് തള്ളുന്നതന്നെയാ കാണിക്കുന്നത്. ഇവിടെ അവരോട് ഈ കല്യാണത്തെക്കുറിച്ച് പറയുന്നത്, വിളിക്കപ്പെട്ടവർ അനേകം, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഒത്തിരി പേർക്ക് ക്ഷണം കെട്ടിയിട്ടുണ്ട്, പക്ഷെ അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. ഈ ഒരു ഉപമ കർത്താവ് അവരോട് പറയുന്നത് അവരോടാ പറയുന്നത്. ഇവിടെ ഒരു ക്രിസ്ത്യാനിയും ഇല്ല അത് കേൾക്കാൻ. ഇതുപോലെ തന്നെയാ 10 കന്യകമാരുടെ വിളക്കിൽ എണ്ണയുള്ള കന്യകമാർ, മണവാളനെ കാത്തിരിക്കുന്ന മണവാട്ടി. അവര് 10 കന്യകമാരുടെ ഉപമ പറയുന്നത് ആ മണവാളന് വേണ്ടി കാത്തിരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഇതെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ നിവർത്തീകരണം. ഇവിടെ ക്രിസ്ത്യാനിറ്റി ആണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നത്തെ ക്രിസ്ത്യാനിയുടെ ഒരു ഭാഗമായിരിക്കും. കർത്താവിന്റെ കാഹളം ധ്വനിക്കും. നിങ്ങൾ കൈവിടപ്പെട്ടു പോകുന്നുള്ളത് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. നിങ്ങൾ എത്ര ദിവസം പള്ളിയിൽ പോകുന്ന ആളായാലും ശരി, നിങ്ങൾ എന്തെല്ലാം ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടി ചെയ്ത ആളായെങ്കിലും ശരി, മൂക്കിൽ നിന്ന് ശ്വാസം പോയി കഴിഞ്ഞാൽ താങ്കളുടെ ഗതി അധോഗതിയാണ്. അല്ല, കർത്താവിന്റെ വരവായി കഴിഞ്ഞാൽ താങ്കൾ ഇവിടുന്ന് പോകത്തില്ല എന്നുള്ളത് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ താങ്കൾ ആരാണ് ഒപ്പിട്ട് തരാനെന്ന് നിങ്ങൾക്ക് വേണേൽ ചോദിക്കാം. ഈ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ അത്ര ധൈര്യത്തോട് നിങ്ങളെ അത് കാണിക്കുവാൻ കഴിയും. നിങ്ങൾ ഇവിടെ നിന്നു പോകാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് അത് മനസ്സിലായാൽ നിങ്ങൾ രക്ഷപ്പെടട്ടെ എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇവിടെ അപ്പോസ്തല മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ മുഴുവനും ഇതാ നടക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ൽ കർത്താവ് അവരോട് പ്രോമിസ് ചെയ്യും അടുത്തത് എന്താ നടക്കാൻ പോകുന്നത് എന്നുള്ളത്. ഒരു കല്യാണ വീട്ടിലെ ഒരുക്കം അവിടെ നടക്കുന്നത്. അവരോട് പറയാ, ശക്തി, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കാൻ പോവുക, യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്, ഇവിടെ തന്നെ പാർപ്പീൻ. യോഹന്നാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിച്ചു, ഞാൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കാൻ പോവുകയാണ്. ഇതെല്ലാം അവരോട് പറയുന്നതും 2-ാമത്തെ അധ്യായത്തിൽ അതിന്റെ നിവർത്തീകരണം അവരുടെ ഇടയിൽ നടക്കുക. ഇവിടൊക്കെ ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചു എന്നൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റെന്നല്ലാതെ എന്താ ഞാൻ അതിനെ പറയുന്നത്, എന്ത് വാക്കിൽ ഞാൻ അതിനെ വിവരിക്കാൻ പറ്റും എനിക്കറിയത്തില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 9 കഴിയാതെ പൗലോസ് അപ്പോസ്തലനെ വിളിക്കുന്നതേ 9-ല്. തനിക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഒരു സ്വർഗീയ പദ്ധതിയാ ക്രിസ്ത്യാനിറ്റി. Preaching of Jesus Christ according to the revelation of the mystery. മറഞ്ഞിരുന്ന മർമ്മത്തിന്റെ വെളിപ്പാടിനനുസരിച്ച് യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന പദ്ധതിയാ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ പണ്ട് കാലത്തെ അബ്രഹാം മുതൽ മോശ മുതൽ ചരിത്രങ്ങളും പഴയ നിയമത്തിലെ ചരിത്രങ്ങൾ പറയുന്ന പുസ്തകം ഹിസ്റ്ററി അല്ല. കർത്താവിന്റെ ലോകത്തിലെ മിനിസ്ട്രിയോ, കർത്താവ് ഈ ലോകത്തിൽ വന്നതോ, വെള്ളത്തിന് മേലെ നടന്നതോ, വെള്ളം വീഞ്ഞാക്കിയതോ ഒന്നും അല്ല ക്രിസ്ത്യാനിറ്റി. അത് യഹൂദിയ പദ്ധതിയാണ്. അൺഫോർച്ചുനേറ്റ്ലി യഹൂദൻ കർത്താവിനെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് നമ്മുടെ പദ്ധതിയാന്ന് പറയുന്നത് നമ്മളിത് കയറി ഏറ്റെടുക്കേണ്ട. അത് കർത്താവ് ഈ ലോകത്തിൽ വന്നു എന്നുള്ളത് ശരിയാണെങ്കിൽ താങ്കൾ ആ സമയത്തില്ല. താങ്കളുടെ പദ്ധതി കർത്താവ് ഈ ലോകത്തിൽ പറഞ്ഞതല്ല. കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പോയതിനു ശേഷം പെന്തക്കോസ് നാളിൽ നടന്നതും അല്ല താങ്കളുടെ പദ്ധതി.
അറിയാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എത്ര നേരം വേണമെങ്കിലും അതിനെക്കുറിച്ചൊക്കെ ഞാൻ വെളിപ്പെടുത്താൻ തയ്യാറാണ്, സംസാരിപ്പാൻ തയ്യാറാണ്. എഫേസ്യ ലേഖനം 1-2 വാക്കുകളൊന്ന് കാണിച്ചിട്ട് ഞാൻ മുന്നോട്ട് നീങ്ങട്ടെ. എഫേസ്യ ലേഖനം അടുത്ത ആഴ്ചയിൽ നമ്മൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇതിന്റെ കൂടുതൽ ക്ലാരിഫിക്കേഷൻ പറയാം ഇന്ന് അഥവാ തീർന്നില്ലെന്നുണ്ടെങ്കിൽ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം, 1-2 വാക്യങ്ങളൊന്ന് പ്രൊജക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് മാറാം. ഇവിടെ പറയുന്നുണ്ട്, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഇതാണ് ക്രിസ്ത്യാനിറ്റി. ഇവിടെ വെള്ളത്തിന് മേലെ നടന്നതോ കർത്താവ് സൗഖ്യമാക്കിയതോ അത്ഭുതമോ ഒന്നുമല്ല ഇവിടുത്തെ വിഷയം. ഇത് കണ്ടില്ലയോ? ഇൻ whom we have redemption through his blood, the forgiveness of sins according to the riches of his grace. കർത്താവിന്റെ ആ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പദ്ധതി. എഫേസ്യ ലേഖനം തന്നെ 2-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. ഇതിനോട് നമ്മൾ അടുക്കാൻ പറ്റാതെ നിന്നിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അതാണിത്. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ, 8ക്കും 7ക്കും അടുക്കാൻ പറ്റാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അങ്ങനെ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. ഇതാരാ നിങ്ങളോട് പറഞ്ഞത്? പത്രോസ് അപ്പോസ്തലനാണോ, യാക്കോബ് അപ്പോസ്തലനാണോ, യോഹന്നാനാണോ? ആരാ നിങ്ങളോട് ഇത് പറഞ്ഞത്? മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നിരിക്കുന്നു എന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? ആരെങ്കിലും പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് അറിയാമോ? ഇത് പറയാനാ കർത്താവ് സ്വർഗത്തിൽ നിന്നൊരു അപ്പോസ്തലനെ അപ്പോയിന്റ് ചെയ്ത്. അതാണ് അപ്പോസ്തലനായ പൗലോസ്. അദ്ദേഹം നമ്മളെ അറിയിച്ചതാണ് നമ്മുടെ ഗ്രേറ്റ് കമ്മീഷൻ. ഈ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 19-20 വാക്യം അവിടെ പറയാണ്. 19-20 വാക്യം അവിടെ പറയാണ്, 2 കൊരിന്ത്യർ 5:19. ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ, ആ കാൽവറി ക്രൂശിലൂടെ ഇന്ന് ദൈവം നമ്മളെ ദൈവത്തോട് നിരപ്പിക്കുന്നു. അതിൽ യഹൂദനും യവനനൊന്നുമില്ല, എല്ലാവർക്കും ഒരുപോലെ. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി യേശു ക്രിസ്തുവിന്റെ അംബാസഡേഴ്സ് ആയിട്ട് ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം ഞങ്ങൾ അപേക്ഷിക്കുന്നു. അത് ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. ഇതാണ് നമ്മുടെ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങളാ നമ്മുടെ സുവിശേഷം എന്ന് പറയുന്നത്. ഇവിടെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിന്റെ 15-ാമത്തെ അധ്യായം 3-4 വാക്യങ്ങൾ, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു. ഫോർ ഐ ഡെലിവേർഡ് അണ്ടു യു, മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇതാണ് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന സുവിശേഷം. ഇതാണ് ക്രിസ്തീയ പദ്ധതി എന്ന് പറയുന്നത്. ഇന്ന് ഏത് ക്രിസ്ത്യാനിക്ക് അറിയാം എന്താണ് ക്രിസ്തീയ സുവിശേഷമെന്ന്? കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തെറ്റിന്റെ കൂനയിൽ അകപ്പെട്ടേക്ക്. ആർ ക്രിസ്ത്യൻസ് റിയലി ക്രിസ്ത്യൻസ്? നിങ്ങൾ ചോദിച്ചു നോക്ക്. നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്ക്. ഈ കാര്യങ്ങൾ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ക്രിസ്തീയ സഭ ഇവിടുന്ന് എടുക്കപ്പെടുന്ന ഒരു ദിനം അധിക വിദൂരമല്ലാത്ത ഭാവിയിൽ നടക്കും. കാഹളം ധ്വനിക്കും. നോഹയുടെ കാലത്ത് ജലപ്രളയം ഉണ്ടാകാൻ മഴ ആരംഭിച്ചതുപോലെ അതിവിടെ തുടങ്ങും. അന്ന് പട്ടുപോകും താങ്കൾ, ഇവിടെ നിന്നു പോകും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ചെവിയിൽ ശരിക്ക് കേൾക്കാൻ അനുവദിക്കുക. സംശയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇവിടെ ക്രിസ്തീയ വിശ്വാസം രണ്ടാമത്തെ വിഷയത്തിലൂടെ ഞാനൊന്ന് കടന്നിട്ട് നമുക്ക് എങ്ങും എത്താൻ പറ്റത്തില്ല. എന്നിരുന്നാലും അറ്റ്ലീസ്റ്റ് ചില കാര്യങ്ങൾ കൂടെ നിങ്ങളോടൊന്ന് പറയാൻ. ക്രിസ്തീയ വിശ്വാസം ഒരു മണവാട്ടി സഭയല്ല. ഈ മണവാട്ടി എന്ന് പറയുന്നത് യഹൂദനുമായിട്ടുള്ള പദ്ധതിയാണ്. ഇവിടെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് 2 പദ്ധതിയാണ്. യഹൂദനും ക്രിസ്ത്യാനിയും 2 ദൈവിക ദ്വിമാന പദ്ധതികളാണ്. 2-fold പർപ്പസ് ഓഫ് ഗോഡ്. അബ്രഹാമിനോട് വാഗ്ദാനം ചെയ്തതാ, നിന്റെ സന്തതി ആകാശത്തിൽ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിൽ കടൽക്കരയിലെ മണൽത്തരികൾ പോലെയും അവരെ ഞാൻ അനുഗ്രഹിക്കും. ഇത് രണ്ടും 2 പദ്ധതിയാണ്. ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യഹൂദിയ പദ്ധതി, കാര്യം ക്രിസ്തീയ പദ്ധതി വെളിപ്പെട്ടിട്ടില്ല. വെളിപ്പെടുത്താതെ ദൈവം സ്വർഗത്തിൽ മറച്ചു വെച്ചിരിക്കുക. ഗബ്രിയേൽ ദൂതന് പോലും അറിയാത്തൊരു പദ്ധതിയാണ്. അത് ആദ്യമായിട്ട് വെളിപ്പെടുത്തുന്നത് പോളിൽ കൂടിയാണ്. അതിനു വേണ്ടിയിട്ടാണ് പോളിനെ വിളിക്കുന്നത് തന്നെ. അതാണ് ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത്. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ തന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ട് വന്നിരിക്കുക. ഇവിടെ മണവാട്ടി എന്ന് പറയുന്നത് ഇസ്രായേലാണ്.
താങ്കൾ ഈ മണവാട്ടി മണവാട്ടി എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ താങ്കൾക്ക് ഒരു റോളുമില്ല. താങ്കൾ ശരിക്കും കോമാളിയാകുക. അതിൽ യുവർ എ കാർട്ടൂൺ, എന്താ ഒരു ജോക്കറാണ് നിങ്ങൾ ഈ വിഷയത്തിൽ, മണവാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശലോമോന്റെ ഉത്തമഗീതം ദൈവം ശലോമോനെ കൊണ്ട് എഴുതിക്കുന്നത് ദൈവത്തിന്റെ മണവാട്ടിക്ക് വേണ്ടി എഴുതുന്നത്, അത് ഇസ്രായേലിന് വേണ്ടി എഴുതുന്നത്. ആ ഉത്തമഗീതം, സോങ് ഓഫ് സോങ്സ്, എന്റെ കാന്തേ, എന്റെ പ്രിയേ, എന്റെ പ്രിയതമൻ, അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ താങ്കൾക്ക് അതിനകത്തിൽ കയറി പറ്റാൻ പറ്റത്തില്ല. താങ്കളുടെ വീട് ഏതാന്ന് അറിയാൻ വയ്യാതെ വല്ലവരുടെയും വീട്ടിൽ ചാടി കയറിയിട്ട് ഇത് എന്റെ വീടാന്ന് പറയുന്ന പോലെയാണത്. യിരെമ്യാ പ്രവചനം 3-ാം അധ്യായം 6 മുതൽ 9 വരെ ഒന്ന് വായിച്ചു നോക്കണം. ഒന്ന് രണ്ട് വാക്യങ്ങൾ മാത്രം ഞാനൊന്ന് വായിക്കാം, അധികം സമയം എടുക്കുന്നില്ല. യിരെമ്യാ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 6 മുതൽ 9 വരെ. യിരെമ്യാ പ്രവചനം 3-ാം അധ്യായം 6 മുതൽ 9 വരെ. ഇവിടെ പറയും, യോശിയ രാജാവിന്റെ കാലത്ത് യഹോവ എന്നോട് അരുളി ചെയ്തത്, വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ, അതാണ് നോർത്തേൺ കിങ്ഡം, 10 ഗോത്രം ചെയ്തിരിക്കുന്നത് നീ കണ്ടോ? അവൾ ഉയരമുള്ള എല്ലാ മലകളിലും എല്ലാ പച്ചമരത്തിന്റെ കീഴിലും ചെന്ന് അവിടെ പരസംഗം ചെയ്തു. ഇവിടെ പരസംഗം, വ്യഭിചാരം എന്ന് പറയുന്നത് അന്യ ദേവന്മാരെയും ദേവിമാരെയും ആരാധിക്കുക. അതിനെയാണ് ദൈവം ഏറ്റവും വെറുക്കുന്ന പാപം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാനല്ലാതെ അന്യ ദൈവം നിനക്ക് ഉണ്ടാകരുതെന്ന്. ഇതിൽ ഇസ്രായേൽ 10 ഗോത്രമാ. എല്ലാ ഉയരമുള്ള മലകളിലും എല്ലാ പച്ചമരത്തിന്റെയും കീഴിൽ ചെന്നിട്ട് ദേവന്മാരെ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ ധൂപം കാട്ടുക, അവിടെ ചെന്ന് പരസംഗം ചെയ്തിരിക്കുന്നു എന്ന് പറയുക. അടുത്തത്, ഇതൊക്കെയും ചെയ്ത ശേഷം അവൾ എൻ്റെ അടുക്കൽ മടങ്ങി വരുമെന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ ഭാര്യ മടങ്ങി വരുമെന്ന് ഞാൻ വിചാരിച്ചു, എന്നാൽ അവൾ മടങ്ങി വന്നില്ല. വിശ്വാസ പാതകിയായ യഹൂദ, അതവിടെ അനീതിയ, അതായത് 2 ഗോത്രം. വിശ്വാസ പാതകിയായ യഹൂദ എന്ന അവളുടെ സഹോദരി കണ്ടില്ലേ, യഹൂദ എന്ന അവളുടെ സഹോദരി അത് കണ്ടു. ഈ മൂത്തവള് ചെയ്യുന്നത് കണ്ടിട്ട് ഇളയവൾക്കും അത് കണ്ടിട്ട് വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ വ്യഭിചാരം ചെയ്ത ഹേതുവാൽ തന്നെ ഞാൻ അവളെ ഉപേക്ഷിച്ചു. ഉപേക്ഷണ പത്രം കൊടുത്തത് വിശ്വാസ പാതകിയായ യഹൂദ എന്ന അവളുടെ സഹോദരി കണ്ടിട്ടും ഭയപ്പെടാതെ അവളും ചെന്ന് പരസംഗം ചെയ്തു. മനോലഘത്വത്തോടെ ചെയ്ത അവളുടെ പരസംഗ ഹേതുവായി ദേശം മലിനമായി പോയി. കല്ലിനോടും മരത്തോടും അവൾ വ്യഭിചാരം ചെയ്തു. ഒത്തിരി വായിച്ച് കേൾപ്പിക്കണ്ട. ഞാൻ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് അധികം സ്ട്രെസ് ചെയ്യണ്ട എന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം. എന്തുകൊണ്ടാ ദൈവം അവരെ വിട്ടുകളഞ്ഞത്? മണവാട്ടി ആയിരുന്നു, പക്ഷെന്നുണ്ടെങ്കിൽ അവരെ ദൈവം കൈവിടുന്നതിനിടയായി. എസെക്കിയേൽ 23-ാമത്തെ അധ്യായം ഒന്ന് വായിച്ചു നോക്കണം. അത് മുഴുവനും ഈ വ്യഭിചാരത്തിന്റെ സ്റ്റോറിയാണ്. ആ അധ്യായം മുഴുവനും യഹൂദിയായും ഇസ്രായേലും ദൈവത്തിനെതിരായിട്ട് പരസംഗം ചെയ്തതിന്റെ സ്റ്റോറിയാ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ. അവിടെ 2 സ്ത്രീകളെ കാണിക്കുന്നുണ്ട്, ഒന്ന് ഒഹോല, മറ്റേത് ഒഹോലിബ. 2 സ്ത്രീകൾ, അത് യെരുശലേമും യഹൂദായുമാ, ചേട്ടത്തിയും അനിയത്തിയുമാ. ഇങ്ങനെ ദൈവം വിട്ടുകളയുക. ഹോശയ്യ പ്രവാചകനോട് പറയുകയാണ്, നീ ഒരു വേശ്യാ സ്ത്രീയെ കല്യാണം കഴിക്കണം, ആ വേശ്യാ സ്ത്രീയിൽ കൂടെ നിനക്ക് മക്കളുണ്ടാവും. അത് അവരെ കാണിക്കുക. ഇസ്രായേൽ എത്രമാത്രം പരസംഗത്തിൽ അകപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളത്. ആ മണവാട്ടി എങ്ങനെ പരസംഗത്തിൽ അകപ്പെട്ടു പോയി. അങ്ങനെ ഗോമേറിനെ, ഒരു വേശ്യാ സ്ത്രീയെ, അവരെ വിവാഹം കഴിക്കുക. ഹോശയ്യയ്ക്ക് മക്കൾ ഉണ്ടാകുന്നതൊക്കെ ഞാൻ ഒരു വാക്യം ഒന്ന് കാണിച്ചോട്ടെ. ഞാൻ അത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു വാക്യം ഒന്ന് കാണിച്ചോട്ടെ. ഹോശയ്യ 1-ാമത്തെ അധ്യായത്തിന്റെ 6-ാം വാക്യം ഒന്ന് കാണിക്കാം. ഇത് കണ്ടില്ലേ, 6-ാം വാക്യം. അവൾ പിന്നെയും ഗർഭം ധരിച്ച ഒരു മകളെ പ്രസവിച്ചു. ഇതാ ആ ഗോമേറിനെ കല്യാണം കഴിക്കാൻ പറയാ. യഹോവ അവനോട്, അവൾക്ക് ലോരുഹമ, കരുണ ലഭിക്കാത്തവൾ എന്ന് പേരിടുക. ഇതുകൊണ്ടാണ് ഇസ്രായേൽ കരുണ ലഭിക്കാത്തവൾ ആയിരുന്ന ഒരു കാലമുണ്ട്. ലോരുഹമ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. അവരുടെ ദൈവത്തിന്റെ കരുണ ലഭിക്കാത്തവളായിരുന്നു, ഇപ്പോഴോ കരുണ ലഭിച്ചവൾ എന്നൊക്കെ പത്രോസ് അപ്പോസ്തലനൊക്കെ പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇത് കാരണമാണ് എന്ന് പേർ വിളിക്കുക. ഞാൻ ഇനി ഇസ്രായേൽ ഗ്രഹത്തോടെ ക്ഷമിപ്പാൻ തക്കവണ്ണം അവരോട് ഒട്ടും കരുണ കാണിക്കുകയില്ല. ഇതിന്റെ 8-ാം വാക്യം കാണിക്കാം. അവൾ ലോരുഹമയെ മുലകുടി മാറ്റിയ ശേഷം ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ യഹോവ അവന് ലോ അമ്മി, എന്റെ ജനമല്ല എന്ന് പേർ വിളിക്കാം. നിങ്ങൾ എന്റെ ജനമല്ല, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കില്ല എന്ന് അരുളി ചെയ്തു. ഇത് ആ മണവാട്ടിയെ ഉപേക്ഷിക്കുന്ന ഭാഗവും അതിന്റെ കാര്യങ്ങളും ഒക്കെയാണ് ഈ വിവരിക്കുന്നത്. ഈ മണവാട്ടി താങ്കളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംബന്ധം. നിങ്ങൾക്ക് അതുമായിട്ട് ഒരു കണക്ഷനുമില്ല. ഈ മണവാട്ടിയുമായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. ആക്ച്വലി യോഹന്നാൻ സ്നാപകൻ പറയുന്നുണ്ടോ, മണവാട്ടി ഉള്ളവൻ മണവാളൻ, ആ മണവാളന്റെ സ്നേഹിതനാ ഞാൻ, ആ മണവാളന്റെ സ്നേഹിതനോ നിന്ന് അവന്റെ സ്വരം കേട്ട് സന്തോഷിക്കുന്നു.
അതാ മണവാളനും മണവാട്ടിയും. മണവാളനെ കാത്തിരിക്കുന്ന 10 കന്യകമാരുടെ ഉപമ കർത്താവ് തന്നെ പറയുന്നത് കേട്ടോ. മണവാളൻ ഏത് സമയത്ത് വരും എന്ന് ഓർത്ത് മണവാട്ടി വിളക്കിൽ എണ്ണയുള്ളവളായിരിക്കാൻ ഇസ്രായേലിനോട് പറയുന്ന കഥയാണ്. You cannot be part of this program. You cannot be part of the bride. ആർക്കെങ്കിലും ആത്മീക ധൈര്യമുള്ളവരുണ്ടെങ്കിൽ ഈ വിഷയം ആർക്കെങ്കിലും ഉലകത്തോട് പറഞ്ഞു കൊടുക്കാൻ, സത്യം ഇനിയുമെങ്കിലും ക്രിസ്ത്യാനിറ്റിയിൽ പ്രസംഗിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക. നിത്യ നരകാഗ്നിയിലേക്ക് തള്ളിവിടാതെ റെഡ് കാർപ്പറ്റ് വെൽക്കം കൊടുത്ത് കോടിക്കണക്കിന് ജനങ്ങളെ അതിനുവേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. ദൈവം ഇന്ന് യഹൂദനെ കൈവിട്ട് കളഞ്ഞിരിക്കുന്ന കാലമാണ്. കൈവിടാൻ കാര്യം അവര് ദൈവത്തിൽ നിന്ന് അതുപോലെ അകന്നു പോയത് കൊണ്ടാണ്. കർത്താവായ യേശു ക്രിസ്തു ഉലകത്തിൽ വന്ന് വിളിച്ചിട്ട് പോലും അവരെ കല്യാണത്തിന് വന്നില്ല. പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിൽ അയച്ചു. 12 അപ്പോസ്തലന്മാരുടെ മേൽ അതിനെ പകർന്ന് അവരിവിടെ പ്രസംഗിച്ചിട്ടും അവർ വന്നില്ല. കർത്താവ് അതുകൊണ്ട് അവസാനം പറഞ്ഞിട്ട് പോവുക, നിങ്ങളുടെ ദേശം ശൂന്യമായി പോകും. നിങ്ങൾ എൻ്റെ നാമത്തിൽ വരുന്നവൻ എന്ന് അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് പറയുന്ന നാൾ വരെ നിങ്ങളുടെ ദേശം ശൂന്യമായി പോകുന്ന, അങ്ങനെ അവർ ശപിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലമായത്. എന്റെ മുന്നിൽ 5 മിനിറ്റൂടെ ഉള്ളൂ, ഞാൻ പറഞ്ഞു നിർത്താം. യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി പോകും. ഇതാരാ പറഞ്ഞ്? കർത്താവ് പറഞ്ഞിട്ട് പോവുക. യെരൂശലേം ദേവാലയത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്തുകൂടി ഇത് പറഞ്ഞ് പരിശുദ്ധ സ്ഥലത്ത് നിന്ന് പ്രാകാരത്തിൽ ഇറങ്ങി കിഴക്കേ വാതിൽ വഴി, കിഴക്കേ ഗേറ്റ് വഴി ഇറങ്ങി ഒലിവ് മലയിലേക്ക് പോവുക. നിങ്ങളുടെ ഭവനം ശൂന്യമായി പോകും. പോയോ? തീർച്ചയായിട്ടും പോയി. ഇന്ന് ശൂന്യമായിരിക്കുന്നു. ഇന്നും അത് ശൂന്യമായിരിക്കുന്നു. ആത്മീകമായി ശൂന്യതയിലിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ ഇന്നും അവർ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇന്ന് അവരെ ഏത് ചുമന്ന കാളയെ അറുത്താലും ശരി, പച്ചക്കാളയെ അറുത്താലും ശരി, കർത്താവിന്റെ കാൽവറിക്ക് വന്ന് ഈ രക്ഷ പ്രാപിച്ചില്ലെങ്കിൽ പട്ടുപോകും അവർക്ക് ഒരു പ്രത്യേകതയും ഇന്നില്ല. അവരും നമ്മളും യാതൊരു വ്യത്യാസവും ഇന്നില്ല. എന്നാൽ ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു സമയമുണ്ട്. കാര്യം അവർ ദൈവജനമാണ്. ദൈവം അവരെ റിസ്റ്റോർ ചെയ്യും. അത് അവരുടെ പിതാക്കന്മാരോട് ചെയ്തിരിക്കുന്ന വാഗ്ദത്തമാണ്. ആ കാലം ആയില്ല. ആ കാലം ആകണമെന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടം, ഈ കൃപായുഗം ഇവിടുന്ന് തീരണം. ഈ കൃപായുഗം ക്രിസ്ത്യാനികൾ, നാം രക്ഷിക്കപ്പെടുന്ന ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ദൈവിക പദ്ധതിയുടെ കാലമാണ്. ഇത് കഴിയുമ്പോൾ അടുത്ത വാക്യം വരും, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുന്ന ഒരു സമയം വരും. അന്ന് വരെ നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് കർത്താവ് പറഞ്ഞിട്ട് പോയേക്കുക. ഇന്ന് നിങ്ങൾ യഹൂദിയയിൽ പോയിട്ടോ യെരൂശലേമിൽ പോയി നിന്നിട്ടോ ഇസ്രായേലിൽ പോയി എന്തെങ്കിലും ചെയ്തിട്ടോ ഒരു പ്രയോജനവുമില്ല. ഹല്ലേലൂയ. നിങ്ങൾ ഈ സത്യം ഉൾക്കൊള്ളുന്നു, മനസ്സിലാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു അമിതമായ അവരുമായിട്ടുള്ള ഒരു ഭയങ്കര പ്രേമം, അതിന്റെ ഒരു ആവശ്യം ആക്ച്വലി ഇന്നില്ല. നിങ്ങളും അവരും തമ്മിൽ ഒരുപോലെ. നിങ്ങളുടെ ദൈവത്തെ ഇന്നും കല്ലെറിയാൻ മടിക്കാത്തവരാ. മുഖത്ത് തുപ്പാൻ പറഞ്ഞാൽ തുപ്പാൻ മടിക്കാത്തവരാ. എന്നാൽ ദൈവം അവരെ റീസ്റ്റോർ ചെയ്യുന്ന ഒരു കാലം വരും. അത് ശരിയാ, പക്ഷെ അത് ഇന്നല്ല. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ പാട്ട് പാടി നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ എന്തോ കിട്ടുമെന്ന് വിചാരിക്കരുത്. യു ആർ നോട്ട് പാർട്ട് ഓഫ് ദാറ്റ് പ്രോഗ്രാം. വാഗ്ദത്ത ഇസ്രായേൽ അല്ല നിങ്ങൾ. കനാൻ വാസം അല്ല നിങ്ങളുടെ പ്രത്യാശ, നിങ്ങളുടെ ലക്ഷ്യം. പുത്തനാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ നിങ്ങൾ അവിടെ എത്തത്തില്ല. പ്ലീസ് പ്ലീസ് എന്നെ ചെവി തുറന്ന് ശ്രദ്ധയോട് കേൾക്കുക. നിങ്ങളുടെ ജീവന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. LIC എടുക്കുന്നവർ ഒരു പോളിസി ചേരാനല്ല ഞാൻ ഈ പറയുന്നത്. ദിസ് ഈസ് ദ ട്രൂത്ത്. ഇത് പകൽ വെളിച്ചം പോലെ ക്ലിയറാ. എങ്ങനെ ക്രിസ്ത്യാനിക്ക് ഇത് മനസ്സിലാകാതെ കോടിക്കണക്കിന് ജനങ്ങളെ അന്ധകാരത്തിന്റെ ഇരുട്ടിൽ തള്ളിയിരിക്കുക? ഈ ലോകത്തിന്റെ അധിപതി, അന്ധകാരത്തിന്റെ അധിപതി
ഈ സത്യം നമുക്കറിയാതെ നമ്മുടെ കണ്ണിന് മറച്ചിരിക്കുക. നിങ്ങൾ ഏത് ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിലും ശരി, ആർ ക്രിസ്ത്യൻസ് റിയലി ക്രിസ്ത്യൻസ് എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കാൻ ഞാൻ പറയുക. നിങ്ങൾ ഏതെങ്കിലും ഒരു യഹൂദിയ മാർഗത്തിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിസ്ത്യാനി ആകത്തില്ല. മണവാട്ടിയെ ഇവിടെ താങ്കൾ മണവാട്ടിയുടെ ഭാഗമാകത്തില്ല. മണവാട്ടി എന്ന് പറയുന്നത്, ഞാൻ ഒരു വാക്യം കൂടെ ഒന്ന് പെട്ടെന്ന് കാണിച്ചോട്ടെ. മണവാട്ടി എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം എൻ്റെ 1-2 വാക്യങ്ങൾ കണ്ടോ? മണവാട്ടി ആരാന്ന് കണ്ടോ? അവിടെ ഇത് കണ്ടോ? വെളിപ്പാട് പുസ്തകം 21-1-2. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഇവിടെ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും വരാൻ പോവുക ഈ 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോഴത്തേന്. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞു പോയി, സമുദ്രവും ഇനിയില്ല. ഇത് ഇറ്റ്സ് എ ന്യൂ ഹെവൻ ആൻഡ് എ ന്യൂ എർത്ത് ആണ്. ആ ഹെവനിൽ നമ്മൾ ഉണ്ടാവും. അതാണ് നമ്മുടെ വിളി. ഇത് പുതിയൊരു ആകാശവും പുതിയൊരു ഭൂമിയുമാണ്. അവിടെയും രണ്ടായിട്ടാണ് നിൽക്കുന്നത്, ഒന്ന് ആകാശം ഒന്നും ഭൂമിയുമായിട്ടാണ്. ഇത് കണ്ടില്ലയോ? ആ പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഇവിടെ കണ്ടോ വിശുദ്ധ നഗരം ഏതാന്നുള്ളത്? യെരുശലേമാണ്. ഇവിടെ ഒന്നും ലണ്ടനോ ന്യൂയോർക്കോ ടോക്കിയോയോ ബെയ്ജിങ്ങോ ഒന്നും ഇല്ല ഈ വിഷയത്തിൽ. ഇത് യഹൂദന്റെ പദ്ധതിയാണ് മണവാട്ടി എന്ന് പറയുന്നത്. ഇതിന്റെ താഴെയുള്ള വാക്യം കണ്ടില്ലേ? 8, 9, 10 വാക്യം കണ്ടില്ലേ? 9, 10 ഇവിടെ പറയാ, അന്ത്യബാധ 7 കഴിഞ്ഞ് 7 കലശം ഉണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിന്റെ, അതാരാ? കർത്താവായ യേശുക്രിസ്തു, കാന്തയായ, അതാരാ? അതാണ് മണവാട്ടി. മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. യോഹന്നാനെ കാണിച്ചു കൊടുക്കുക മണവാട്ടി ആരാന്ന്. അടുത്ത വാക്യം, അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നു ഒരു വൻമലയിൽ കൊണ്ടുപോയി യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ തന്നെ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അതാ മണവാട്ടി. താങ്കൾ ഈ പറയുന്ന പദ്ധതി മണവാട്ടിയുടെ പദ്ധതി അല്ല. താങ്കൾ മണവാട്ടിയുമല്ല. കഥനെ കാണുവാൻ ആർത്തി വളരുന്നേ. നമ്മൾ ഈ പാടിക്കൊണ്ടിരുന്ന് പാടി നമ്മൾ ഈ തെറ്റ് പഠിച്ചു വെച്ചിരിക്കുക. താങ്കൾ ഈ മണവാട്ടിയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. നമുക്ക് അടുത്ത ദിവസം ഇതിന്റെ ബാക്കി ചിന്തിക്കണം. അതായത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന ഉപദേശം വീണ്ടും ജനനമോ ജലസ്നാനമോ കാത്തിരുന്ന് വിശുദ്ധിയെ തികച്ച് പരിശുദ്ധാത്മാഭിഷേകം ഏതെങ്കിലും കാലത്ത് പ്രാപിക്കുന്ന പ്രസ്ഥാനമോ അല്ല. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അടുത്ത ആഴ്ചയിൽ തരാം. ഇന്ന് ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉലകത്തിൽ ഒരുത്തരും നിങ്ങളെ ഇത് പഠിപ്പിക്കത്തില്ല. ഈ പുസ്തകം വർഷങ്ങളിരുന്ന് ദൈവസന്നിധിയിൽ നിന്ന് പഠിച്ചിട്ടും മുട്ടുമേലിരുന്ന് പ്രാർത്ഥിച്ചിട്ടും കർത്താവിനോട് ആലോചന ചോദിച്ചിട്ട് രക്തസാക്ഷിയാകാൻ ധൈര്യത്തോടാ ഈ വിഷയം പറയുന്നത്. നിങ്ങളെ അതിനായിട്ട് ദൈവം ഒരുക്കട്ടെ. സാത്താൻ ഈ സത്യം നമ്മളെ അറിയിക്കാതെ നമ്മുടെ കണ്ണിന് ഇത് മൂടിയിരിക്കുക. ഒരുത്തരെ പോലും കർത്താവ് ഒന്നാമത്തെ വരവിൽ ഒരു യഹൂദന് പോലും അറിഞ്ഞില്ല കർത്താവ് വന്നേന്നുള്ളത്. രണ്ടാമത്തെ വരവിലും ഇത് തന്നെ സംഭവിക്കാൻ സാത്താൻ അവനാൽ ആവോളം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. വേണ്ടുന്നതൊക്കെ തരും. പള്ളി വേണോ പള്ളി തരും, പട്ടക്കാരനെ വേണോ പട്ടക്കാരനെ തരും, മഹാപുരോഹിതൻ വേണോ, ഏത് ടൈപ്പ് സംഗതികൾ വേണേലും തരും. പക്ഷെ ക്രൂശിലൂടെയുള്ള രക്ഷ താങ്കൾ അറിയാതിരിക്കും. സുവിശേഷം എന്താണെന്ന് പോലും താങ്കൾ അറിയാതിരിക്കും. കർത്താവിന്റെ കാഹളം ധ്വനിക്കും, നാം ഇവിടുന്ന് ചേർക്കപ്പെടും, സഭ ഇവിടുന്ന് മാറ്റപ്പെടും. അതിനുശേഷം താങ്കൾ കരച്ചിലും പല്ലുകടിയും നിത്യം കരച്ചിലും പല്ലുകടിയുമായി ആ ലേക്ക് ഓഫ് ഫയർ, നിത്യ നരകാഗ്നിയിലെ ആയിപ്പോകും. അയ്യോ, ദൈവം അങ്ങനെ ഒരു ഭയങ്കര സാഡിസ്റ്റാണോ? എല്ലാവരെയും നരകാഗ്നിയിൽ തള്ളിക്കളയുമോ? ദൈവം ഒരു സാഡിസ്റ്റുമല്ല. ദൈവം നിങ്ങളുടെ കാൽക്കൽ വരെ വന്ന് നിങ്ങളോട് പറഞ്ഞതായത് ഇത് എഴുതി നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുക. നിങ്ങളുടെ മൊബൈലിൽ ഇതെല്ലാം 4 എണ്ണം ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഇതെല്ലാം തരത്തിന് എല്ലാ കളറിനും എല്ലാ സൈസിലും ഉള്ളതുണ്ട്. എഴുതി കയ്യിൽ തന്നിരിക്കുക. നിങ്ങൾ മനസ്സിലാകാതെ പോകുന്നതിന് ദൈവം കുറ്റക്കാരനല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സത്യം അനേകരെ അറിയിക്കുവാൻ, നെഞ്ചും നെറ്റിയും കാണിച്ച് ദൈവത്തിന് കൊള്ളാകുന്നവരായി നിൽക്കുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വിഷയത്തിൽ നിന്ന് ഞാൻ ഒരു ബ്രേക്ക് എടുക്കുകയാണ്. എന്നാൽ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യും. അടുത്ത ആഴ്ചയിലും തുടർമാനമായിട്ട് ഇതിന്റെ അടുത്ത ഭാഗങ്ങളൊക്കെയും കണ്ടിന്യൂ ചെയ്യും. എത്രമാത്രം ക്രിസ്ത്യാനിറ്റി ദൈവവചനത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുവാൻ അതിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.